യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. തൊട്ട് തുടങ്ങി 4 ദിവസം ഉള്ള സത്സംഗം ദേവീ സപ്തശതി, ദുർഗാ സപ്തശതി, അതായത് നമ്മളൊക്കെ ഇവിടെ ദേവീ മാഹാത്മ്യം എന്ന് പറയുന്ന അഥവാ ചണ്ഡി എന്നും ദുർഗാ സപ്തശതി എന്നുമൊക്കെ വടക്കോട്ട് പറയും. അതിനെ ആസ്പദമാക്കിയാണ് വിഷയം നോട്ടീസിൽ അടിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ വിഷയം സത്സംഗത്തിൽ എന്തായിരിക്കും എന്നുള്ളത് നിശ്ചയിച്ചു പറയാൻ സാധ്യമല്ല. എന്തായാലും ദേവീ മഹാത്മ്യത്തിന് ശ്ലോകങ്ങളെ നമുക്ക് ആശ്രയിക്കാം. അല്പം കുട്ടിക്കാലം മുതൽക്ക് രഹസ്യത്രയം എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നത്. ലളിതാ സഹസ്രനാമം, ദേവീ മഹാത്മ്യം, ലളിതാ ത്രിശതി എന്നുള്ള ഈ 3 രഹസ്യത്രയം എന്നാണ് പറയാം. അധ്യാത്മ വിഷയത്തിൽ രഹസ്യം എന്ന് പറയുമ്പോൾ പറയാൻ പാടില്ലാത്തത് എന്നല്ല അർത്ഥം, പറഞ്ഞാലും മനസ്സിലാവാത്തത് എന്നാണ് അർത്ഥം. അത് സ്വയമേവ നമ്മൾ കണ്ടെത്തുമ്പോഴേ അതെന്താണെന്ന് അറിയുകയുള്ളൂ, അല്ലാതെ പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അതിന് രഹസ്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള വിഷയവും. ആരാണ് ഈ ദേവി? എന്താണ് ദേവീ തത്വം? അതിനോട് നമുക്കുള്ള സംബന്ധം എന്താണ്? നമ്മളുടെ ജീവിതത്തിന് ഉള്ള ലക്ഷ്യത്തിനും ഈ നവരാത്രി സമയത്തിൽ നമ്മൾ ആരാധിക്കുന്ന മഹാമായ അംബികയ്ക്കും എന്താണ് സംബന്ധം? ഇതൊക്കെയാണ് ഏകദേശം ഒരു രൂപം. ദേവി എന്ന് പറയുമ്പോ സാധാരണ ലൗകികർക്ക് സംശയമൊന്നുമില്ല. അമ്പലത്തിൽ ആരാധിക്കാറുണ്ട്. അലൗകികമായ ദിവ്യമായ ഒരു സ്ത്രീ രൂപം നമ്മളുടെ അകമേ വരുന്നുമുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചിപ്പോ വലിയ സംശയമൊന്നും ഉണ്ടാവാനില്ല. ഭക്തിക്ക് അതൊക്കെ മതിയാവും. പക്ഷെ സാധാരണമായ സാധന പ്രാകൃതമായ ഭക്തിയെ സത്സംഗത്തിൽ നമുക്ക് വിഷയമാക്കാനില്ല. ദേവിയെ പല പേരിലും നമ്മൾ പറഞ്ഞ് ആരാധിക്കുന്നു. സരസ്വതി എന്നും, ദുർഗയെന്നും, ലളിതാ പരമേശ്വരി എന്നും, ശാരദ എന്നും, സപ്തമാതൃക്കളുടെ രൂപത്തിലും പലവിധത്തിലും ദേവിയെ പല പേരും പറഞ്ഞ് വിളിച്ച് ആരാധിക്കുന്നുണ്ട്. ശ്രീശങ്കരാചാര്യരുടെ പേരിൽ അദ്ദേഹം രചിച്ചതാണെന്ന് പറയപ്പെടുന്നതും അല്ല എന്ന് പറയപ്പെടുന്നതുമായിട്ടുള്ള സൗന്ദര്യലഹരി, അതിൽ അവസാനം ഒരു ശ്ലോകം ശങ്കരൻ പറയുന്നു എനിക്കറിയില്ല എന്നാണ്. പല പേരും പറയുന്നു ഈ ദേവിയെ. ഗിരാമാഹുർദേവീം ദ്രുഹിണഗൃഹിണീം ആഗമവിദഃ ഹരേഃ പത്നീം പത്മാം ഹരസഹചരീം അദ്രിതനയാം തുരീയാ കാപിത്വം ദുരധിഗമനിസ്സീമ മഹിമാ മഹാമായാ വിശ്വം ഭ്രമയതി പരബ്രഹ്മമഹിഷീ ഗിരാമാഹുർദേവീം ദ്രുഹിണഗൃഹിണീം. ആഗമശാസ്ത്രം അറിയുന്നവര്
പലവിധത്തിലും ദേവിയെ പറയുന്നു. ഗീഹി എന്ന് വെച്ചാൽ വാക്ക്. വാക്കിന് കാരണമായിട്ട് നിൽക്കുന്ന ശക്തിയായി സരസ്വതി എന്ന പേരോടുകൂടെ സൃഷ്ടികർത്താവിന്റെ മൂലശക്തിയായിട്ട് ചിലർ പറയുന്നു. ഹരേഹേ പത്നീം പത്മാം ഹരസഹചരീം അദ്രിതനയാം. ഹരിയുടെ, മഹാവിഷ്ണുവിന്റെ ശക്തിയായിട്ട്, ഐശ്വര്യമായി, സൗന്ദര്യമായി, ലക്ഷ്മിയായി ചിലർ പറയുന്നു. ഹരസഹചരീം അദ്രിതനയാം, പർവ്വതഗുഹകളിലിരുന്ന് ധ്യാനിക്കുന്ന ഋഷികളുടെ ഉള്ളിൽ മാത്രം അലൗകികമായി കാണപ്പെടുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ചിത്ശക്തിയെ പർവ്വതത്തിൽ ജനിച്ചവളായിട്ടും പർവ്വതകുമാരിയായിട്ടും ഒക്കെ പറയണത്, പാർവതിയായിട്ടും ഒക്കെ. അങ്ങനെ ചിലർ പറയുന്നു ഹരസഹചരീം, ശിവനോട് എപ്പോഴും കൂടെ സഞ്ചരിക്കുന്നവളായിട്ടും പറയപ്പെടുന്നു. ഇവൾ ആരാണ് ഈ ശക്തി? തുരീയാ കാപിത്വം. നമ്മൾക്കറിയുന്ന മൂന്നവസ്ഥകളാണുള്ളത്: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഈ മൂന്നവസ്ഥകളും ശക്തിയുടെ മണ്ഡലമാണ്. ഇതൊക്കെ ആദ്യം ചുരുക്കി പറഞ്ഞിട്ട് ഇതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോവാം. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നുള്ള മൂന്നും ശക്തിയുടെ, മായയുടെ, പ്രകൃതിയുടെ മണ്ഡലമാണ്. ഈ മൂന്നിനും അപ്പുറം പോയാലേ ഈ ശക്തി എന്താണെന്ന് പിടികിട്ടുകയുള്ളൂ. അപ്പുറം പോവാനൊട്ട് സാധ്യമല്ല. കാരണം അപ്പുറം പോയി കണ്ടുപിടിച്ച് അത് രജിസ്റ്റർ ചെയ്യാനുള്ള ബുദ്ധിയും ഈ പ്രകൃതിയുടെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിക്ക് അങ്ങോട്ട് പോയിട്ട് അതെന്താണെന്ന് പറയാനൊക്കില്ല. തുരീയാ കാപിത്വം ദുരധിഗമ നിസ്സീമ മഹിമാ. അങ്ങടേക്ക് അധിഗമം ചെയ്യാൻ, അങ്ങോട്ട് കടന്നു പോവാം, ബോർഡർ കടന്നു പോവാൻ പറ്റാത്തതും നിസ്സീമ മഹിമ, സീമയില്ലാത്ത മഹിമയോടുകൂടിയുമുള്ള കാപിത്വം, ഏതോ ഒരുത്തി. സ്ത്രീലിംഗത്തിൽ പറഞ്ഞു അത്രയേ ഉള്ളൂ. നമുക്കപ്പോ ഒരു സ്ത്രീ രൂപമായിട്ട് വരും ഏതോ ഒരു ശക്തി. തുരീയാ കാപിത്വം ദുരധിഗമ നിസ്സീമ മഹിമ. ഒരു കാര്യം അറിയാം, എന്താ അവസാനം പറയണ വാക്കെന്ന് വെച്ചാൽ മഹാമായ വിശ്വം ഭ്രമയതി പരബ്രഹ്മ മഹിഷീ. പരബ്രഹ്മ സ്വരൂപനായ ഈശ്വരന്റെ പട്ടമഹിഷിയായിട്ടുള്ള മഹാമായ നമ്മൾ വിശ്വത്തിനെ മുഴുവൻ ഇട്ട് ചുഴറ്റിക്കൊണ്ട് തന്റെ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ പറയാനൊക്കുള്ളൂ എന്നാണ്. ഇത്രയും പറഞ്ഞതിൽ നിന്നും ആരാണ് ഈ മഹാമായ, ഈ ദേവി തത്വം എന്താണ്, ദേവി ആരാണ് എന്നുള്ളത് നമുക്ക് അറിയില്ല എന്ന് വെച്ചുകൊണ്ട് തന്നെ സത്സംഗത്തിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ഇപ്പോ ദേവി തത്വം അവിടെ നിൽക്കട്ടെ, വിഷയത്തിലേക്ക് വരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിതത്തിന് ഒരു പരമലക്ഷ്യമുണ്ട്. അത് അറിഞ്ഞു കഴിഞ്ഞാലേ നമ്മള് സത്സംഗികളാവുകയുള്ളൂ. അത് അറിഞ്ഞതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ കൂടിയിരിക്കണതും. അത് അറിഞ്ഞതുകൊണ്ടാണ് മഴയായിട്ടും ഇടിവെട്ടിയിട്ടും നമ്മളിവിടെ വന്നിരിക്കണതും. നമുക്ക് പരമമായ ഒരു സൗഖ്യം, ആത്യന്തികമായ ഒരു സൗഖ്യം ഏർപ്പെടണം, ക്ഷേമം ഏർപ്പെടണം. ആ ക്ഷേമത്തിനുള്ള വഴിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ശാസ്ത്രങ്ങളിലാവട്ടെ, മഹാത്മാക്കളുടെ അടുത്താവട്ടെ, ആശ്രമങ്ങളിലാവട്ടെ,
അഥവാ നമ്മളുടെ അകത്ത് തന്നെ ആവട്ടെ, നമ്മളുടെ അന്വേഷണം എവിടെയോ ഒരു സ്ഥലത്ത് എത്തി പൂർണ്ണതയിൽ അവസാനിക്കണം. അതുവരെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. ഒരിക്കൽ ഈ അധ്യാത്മപദത്തിനകത്തേക്ക് കടന്ന ശേഷം ഇനി എനിക്കിതൊന്നും വേണ്ട, ഞാൻ പഴയ പോലെ ഇരുന്നോളാം എന്ന് ഒരാളെ കൊണ്ടും പറയാൻ പറ്റില്ല. നമ്മൾ അബദ്ധത്തിൽ ചാടിക്കഴിഞ്ഞു, ഇനി അങ്ങോട്ട് പോയാൽ നിവൃത്തിയുള്ളൂ. ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, ബാക്കിലേക്ക് പോകാൻ പറ്റില്ല. അത് വൃദ്ധാശ്രമമാണ്. നമ്മളുടെ ഉള്ളിലേക്ക് ഇത് കടന്നു കഴിഞ്ഞു, ഈ ബീജം അകത്ത് വീണു കഴിഞ്ഞു. ഇനി അതിനെ നിങ്ങൾ എത്ര കണ്ട് വേണ്ട വയ്ക്കാൻ ശ്രമിക്കുന്നുവോ അത്ര കണ്ട് പ്രബലമായത് നിങ്ങൾ പിടികൂടും. അത് നമ്മളെ പൂർണ്ണമായ ആത്മജ്ഞാനം, ആത്മസാക്ഷാത്കാരം നേടുകയും പോരാ, ഉപാധിയുടെ ദോഷങ്ങളൊക്കെ ശമിച്ച് പരിപൂർണമായ അമൃതത്വം, ശാന്തി, ആനന്ദം, സംതൃപ്തി, ധന്യത ഉണ്ടാവണത് വരെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അതുവരെ അവഗതി പര്യന്തം ജ്ഞാനം ജിജ്ഞാസ എന്നാണ് പറയാം. അതുവരെ നമുക്ക് ജിജ്ഞാസ ഉണ്ടാവും. പൂർണ്ണമായ അവഗതി ഉണ്ടാവണ വരെ തുരുതുരേ നമ്മളുടെ ഉള്ളിൽ ഈ ബീജം, മുക്തിബീജം പൊട്ടിക്കൊണ്ടേയിരിക്കും. മുക്തിക്ക് വേണ്ട ദാഹം നിന്നുകൊണ്ടേയിരിക്കും. നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോ സത്യത്തിനെ നമ്മൾ അന്വേഷിക്കുകയാണ്. നമുക്ക് പൂർണ്ണമായ ശാന്തി വേണം, ആനന്ദം വേണം, സംതൃപ്തി വേണം. അതെവിടെ കിട്ടും എന്നുള്ളതാണ് ബുദ്ധിയുള്ള ഏതു മനുഷ്യന്റെയും ചോദ്യം. ലോകത്തിൽ എവിടെ പോയാലും ബാക്കിയൊക്കെ മാറും, അതിന്റെ വിശേഷണങ്ങളൊക്കെ മാറും, ഈശ്വരന്റെ പേരുകളൊക്കെ മാറും, മതത്തിൽ അംഗീകരിച്ചിരിക്കുന്ന നിയമങ്ങളൊക്കെ മാറും, സാധനകളൊക്കെ മാറും. പക്ഷെ ഉള്ളിലുള്ള ദാഹം ഇതാണ്. എവിടെയോ ഒരിടത്ത് എനിക്ക് സമാധാനമാവണം, അതുവരെ ഞാൻ പോവും. അതുവരെ ഈ അന്വേഷണം തുടരും. അങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോ നമ്മളെ തന്നെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കാണാം, നമ്മളൊരു വ്യക്തിയായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ദുഃഖത്തിന്റെ സീമയെ കടക്കാൻ സാധ്യമല്ല. വ്യക്തിത്വം തന്നെ ദുഃഖത്തിന്റെ മൂലകാരണമാണ്. ഈ വ്യക്തിത്വത്തിന് തന്നെ ഉപനിഷത്ത് പറയണത് അല്പം എന്നാണ്. ഈ അല്പം എപ്പോ ഭൂമാവില് ഇല്ലാതാവണോ അപ്പോഴേ സുഖം ഉണ്ടാവുള്ളൂ. ഒരുപാട് വലിയ വാക്കൊക്കെ പ്രയോഗിക്കണ്ടോ? കഴിയണത് ഞാൻ സാധാരണ തലത്തിലേക്ക് വരാം. നമ്മളുടെ അധ്യാത്മ സാധന, ഭക്തിയാവട്ടെ ജ്ഞാനമാവട്ടെ ഏതു മാർഗമാവട്ടെ, രണ്ടു മാർഗമേ ഉള്ളൂ. ഒന്ന് ഭക്തി, ഒന്ന് ജ്ഞാനം. രണ്ടു മാർഗമേ ഉള്ളൂ. രണ്ടും ഒരു മാർഗമാണ്. വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ. ഭക്തി എന്ന് പറയുമ്പോൾ ശരണാഗതിയാണ്. ജ്ഞാനം എന്ന് പറയുമ്പോൾ ആത്മവിചാരം കൊണ്ട് അകമയ്ക്ക് ശരണാഗതി തത്വത്തിനെ കാണലാണ്. രണ്ടും ശരണാഗതി തന്നെയാണ്. രണ്ടും വ്യത്യസ്തമല്ല. ഭക്തിയും ജ്ഞാനവും ഒന്ന് തന്നെയാണ്. ഈ രണ്ടു മാർഗത്തിലും സഞ്ചരിക്കുന്ന ഭക്തിമാർഗത്തില് മാത്രമായിട്ടോ ജ്ഞാനമാർഗത്തിൽ മാത്രമായിട്ടോ സഞ്ചരിക്കാൻ ആർക്കും സാധ്യമല്ല. ആന്തരികമായിട്ടുള്ള ജ്ഞാനം പുറമേക്ക് ഭക്തിയായിട്ട് കാണപ്പെടും. പുറമേക്കുള്ള ഭക്തി ആന്തരികമായിട്ട് ജ്ഞാനമായി പ്രകാശിക്കും. എന്തായാലും ശരി, നമ്മളുടെ ഈ അല്പമായ വ്യക്തിത്വം
ദുഃഖത്തിന്റെ മൂലകാരണമാണ് എന്നാണ് ശാസ്ത്രങ്ങൾ പറയണതും നമ്മൾ അവസാനം അധ്യാത്മസാധനയോ ധ്യാനമോ വിചാരമോ ഒക്കെ ചെയ്ത് കണ്ടെത്തേണ്ടതും അതാണ്. ഞാനൊരു പ്രത്യേക വ്യക്തി, പേഴ്സണാലിറ്റി ആയിട്ട് ഇരിക്കുന്നിടത്തോളം ദുഃഖം എന്നെ വിട്ടുപോകില്ല. ശരീരം ധരിച്ചിരിക്കുന്നിടത്തോളം എനിക്ക് ദുഃഖമുണ്ട്. ഇതിൽ നിന്നൊക്കെ വിമുക്തി ഉണ്ടാവണമെങ്കിൽ ശരീരം ഇല്ലാതിരിക്കണം, അപ്പോഴേ മുക്തി ഉണ്ടാവുള്ളൂ. അശരീരം വാവ സന്തം ന പ്രിയാപ്രിയേ സ്പൃശതഃ. പരിപൂർണമായ സൗഖ്യം, പരിപൂർണമായ ശാന്തി, അതിനെയാണ് നമ്മളുടെ ഉപനിഷത്തുകളൊക്കെ മുക്തി എന്ന് പറയണത്. അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് നേടേണ്ട ഒരു സ്ഥിതിയല്ല. ഇവിടെ ഇപ്പൊ തന്നെ ശരീരത്തിലിരിക്കുമ്പോ തന്നെ നേടിയെടുക്കേണ്ടതായ വസ്തു. ആ മുക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നതിന് പേരാണ് അധ്യാത്മസാധന എന്നുള്ളത്. യാ മുക്തിഹേതു അവിചിന്യ മഹാവ്രതാത്വം അഭ്യസ്യസേ സുനിയതേന്ദ്രിയ തത്വസാരൈഃ മോക്ഷാർത്തിഭിഃ മുനിഭിരസ്തസമസ്തദോഷൈഃ വിദ്യാസി സാ ഭഗവതി പരമാഹി മായ. ദേവി മഹാത്മ്യത്തിൽ ഒരു ശ്ലോകം ചൊല്ലിയില്ല എന്ന് വേണ്ട. നിങ്ങളല്ലെങ്കിൽ പറയും ദേവി മഹാത്മ്യം എന്നിട്ടിട്ട് ഒന്നും പറഞ്ഞില്ല എന്ന് പറയും. വിഷയം ഇതാണ്. യാ മുക്തിഹേതു അവിചിന്യ മഹാവ്രതാത്വം അഭ്യസ്യസേ സുനിയതേന്ദ്രിയ തത്വസാരൈഃ മോക്ഷാർത്തിഭിഃ മുനിഭിരസ്തസമസ്തദോഷൈഃ വിദ്യാസി സാ ഭഗവതി പരമാഹി മായാം. ഈ ശ്ലോകത്തിൽ, ഈ മന്ത്രത്തിൽ ദേവി ആരാണ് എന്ന് വെച്ചാൽ, ഏതൊരു വിദ്യ കൊണ്ടാണോ മനുഷ്യൻ സ്വതന്ത്രനാവണത്, സമ്പൂർണമായും സ്വതന്ത്രനാവണത്, ഏതൊരു വിദ്യ കൊണ്ടാണോ മനുഷ്യന്റെ ദോഷങ്ങളൊക്കെ അസ്തമിച്ച് പൂർണ്ണമായ ശാന്തി, ആനന്ദം, സംതൃപ്തി ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ അനന്തമായ സത്യത്തിന്റെ അനുഭവം ഉണ്ടാവണത്, ആ വിദ്യയാണ് ദേവി. വിദ്യാസി സാ ഭഗവതി പരമാഹി മായാം. ബ്രാഹ്മി എന്നു പേര്, അവൾക്ക് ശാരദ എന്നു പേര്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ ശൃംഗേരിയിൽ ഒരു മഠം സ്ഥാപിക്കുന്നതിന് പകരം, അവിടെ മഠമില്ല, നമ്മൾ വിചാരിക്കണം ശൃംഗേരി മഠം എന്നിപ്പോ പറയണു, ശങ്കരന് സ്ഥാപിച്ചത് ശാരദാപീഠമാണ്. ബ്രഹ്മവിദ്യാസ്വരൂപിണിയായി ദേവിയെ അവിടെ പിടിച്ചിരുത്തി. ഇതിനു ചുറ്റും ഇരുന്ന് പൂർണമായ സ്വാതന്ത്ര്യത്തിനായി സന്യാസികൾ യത്നിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ ശാരദാപീഠത്തിലെ സങ്കല്പം. അപ്പോ ബ്രഹ്മവിദ്യാസ്വരൂപിണിയാണ് ശാരദ. ബ്രഹ്മവിദ്യ എന്താണ്? അതിന് താര എന്ന് പേര്. ശ്രീരാമകൃഷ്ണദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബംഗാളി പാട്ടാണ് മാ തുംഹി താര എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ബംഗാളിയില്. അമ്മ തരണം ചെയ്യിപ്പിക്കുന്നവളാണ്, രക്ഷിക്കുന്നവളാണ്, സംസാര സമുദ്രത്തിനെ തരണം ചെയ്യിപ്പിക്കുന്ന വിദ്യാസ്വരൂപിണിയാണവൾ. ആ വിദ്യയുടെ സ്വരൂപം എന്താണ്? അതിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മള് പരിപൂർണമായ സൗഖ്യം, ശാന്തി അഥവാ അധ്യാത്മജ്ഞാനം അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ടു, ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതൊക്കെ കൂടിയിട്ടുള്ളതിനെയാണ് ഞാൻ എന്ന് പറയണത്. ഇതിന് ഗീതയിൽ അപരാപ്രകൃതി എന്നും പറഞ്ഞു.
ഈ അപരാപ്രകൃതിയാണ് നമ്മളുടെ ഫീൽഡ്. ഇതിന് ക്ഷേത്രം എന്നും ഗീതയിൽ ഭഗവാൻ പറഞ്ഞു. ഈ ക്ഷേത്രത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിനെയാണ് മായ എന്നും പറഞ്ഞത്. നമ്മളുടെ ജീവിതം, ചുരുക്കത്തിൽ നമ്മളുടെ ജീവിതം മുഴുവനും മായയുടെ വലയത്തിന്റെ ഉള്ളിലാണ്. നമ്മൾ എന്തൊക്കെ തന്നെ വേദാന്തം പറഞ്ഞാലും, ജ്ഞാനം പറഞ്ഞാലും, ശാസ്ത്രം പറഞ്ഞാലും ഈ മായയുടെ ഉള്ളിലാണ് നമ്മള്. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഒക്കെ മായയുടെ ഉള്ളിലാണ്. സൃഷ്ടികർत्री ബ്രഹ്മരൂപ, ഗോപ്ത്രീ ഗോവിന്ദരൂപിണി, സംഹാരിണി രുദ്രരൂപ, തിരോധാനകരി ഈശ്വരി, സദാശിവ അനുഗ്രഹത പഞ്ചകൃത്യപരായണ. 5 മണ്ഡലങ്ങളാണ് ലളിതാ സഹസ്രനാമത്തില് പറയണത്. സൃഷ്ടികർत्री ബ്രഹ്മരൂപ, ഗോപ്ത്രീ ഗോവിന്ദരൂപിണി, സംഹാരിണി രുദ്രരൂപ, തിരോധാനകരി ഈശ്വരി, സദാശിവ അനുഗ്രഹത പഞ്ചകൃത്യപരായണ. ഇതിന് പഞ്ചകൃത്യം എന്ന് പേര്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, ഈ 4 ലൗകികമാണ്. ഇതിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് പേരാണ് അനുഗ്രഹം. ആ അനുഗ്രഹത്തിന് വേണ്ടിയാണ് അധ്യാത്മമാർഗത്തിൽ നമ്മൾ അംബികയെ ആശ്രയിക്കുന്നത്. യഥേഹ ക്ഷുദിതാ ബാലാഹ മാതരം പര്യുപാസത്തെ എന്ന് വേദം തന്നെ പറയുന്നുണ്ട്. വിശക്കുമ്പോ കുട്ടികൾ എവിടെ പോവും? അമ്മയുടെ അടുത്തേക്ക് പോവും. അതുപോലെ ജീവിതത്തിലെ ദുഃഖം കൊണ്ട് അതിനൊരു അറുതി വരുത്താനായിട്ട് ആശ്രയിക്കുന്ന മാതാവിനെയാണ് നമ്മളിവിടെ മായ എന്ന് പറയണത്. മായയ്ക്ക് തന്നെ 2 തലമുണ്ട്. ഒന്ന് അവിദ്യാമായ, ഒന്ന് വിദ്യാമായ. അവിദ്യാമായ നമുക്ക് ലോകത്തിലെ മുമ്പിൽ കാണാം, നമ്മളുടെ അകത്തും നമുക്ക് കാണാം. നമ്മളുടെ മനസ്സ് എന്ന് പറയണത് നമ്മളുടെ സകല ദുഃഖത്തിന്റെയും ഉറവിടം. വിവേകാനന്ദ സ്വാമികൾ കാളി ദ മദർ എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ടെറിബിൾ ഫോം ഓഫ് മദർ. ടു ട്രാൻസെൻഡ് ദ ടെറിബിൾ യു ഹാവ് ടു വർഷിപ്പ് ദ ടെറിബിൾ. ഭയങ്കരമായ രൂപം അത് നമുക്ക് പുറമേക്ക് കാണാം. അർജുനൻ അത് കണ്ടിട്ടാണ് പേടിച്ചു പോയത്. ഗീതയില് ആഖ്യാഹിമേ കോ ഭവാൻ ഉഗ്രരൂപഃ നമോസ്തുതേ ദേവവര പ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. ഭഗവാനെ, അവിടുത്തെ ഉഗ്രരൂപം കണ്ട് ഞാൻ ഭയപ്പെട്ടിരിക്കുകയാണ്. അങ്ങ് ആരാണ്? നമ്മളും പലപ്പോഴും ജീവിതത്തിൽ ചോദിച്ചു പോവും, ആരാണങ്ങെന്ന്. സഹിക്കവയ്യാത്ത ദുഃഖം, വിഷമങ്ങൾ വരുമ്പോ നമ്മൾ ചോദിക്കണതാണ്, എന്തിനാ ഭഗവാൻ ഇങ്ങനെയൊക്കെ ദുഃഖം തരണത്? എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കണത്? ഈ ദുഃഖം ഉണ്ടാവണത് മായയുടെ തന്നെ ഫീൽഡിലാണ്. ഇങ്ങനെ ദുഃഖം, സഹിക്കവയ്യാത്ത ദുഃഖം വരുമ്പോ എന്തിനാ ഭഗവാൻ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കണത് എന്ന് ചോദിക്കുമ്പോ അതിനുള്ള ഉത്തരം, ആ ചോദിക്കുന്ന ആള് ഒരു ജ്ഞാനിയുടെ അടുത്ത് ചെന്നാണ് ഇതേ വാക്ക് പറയണതെങ്കിൽ, സത്യം അറിയുന്ന ഒരാളുടെ അടുത്ത് ചെന്നാണ് എന്നെ ഭഗവാൻ എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കണത്, ഇത്രയും ദുഃഖം, സഹിക്കവയ്യാത്ത ദുഃഖം തരണത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു പക്ഷെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഉത്തരം, ഈ വിഷമിക്കുന്നു എന്ന് പറയുന്ന ആളാരാണ്? നമ്മൾ ആ സമയം നമ്മൾ അകമേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, വിഷമിക്കുന്നു എന്ന് പറയുന്ന ഈ ഞാനും പ്രകൃതിയുടെ തന്നെ ഭാഗമാണ്. ഈ ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോ ഈ ഞാൻ എന്നുള്ള ഈ അഹങ്കാരം ഉണ്മയല്ല. വിഷമം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമാണ്. ദുഃഖം എന്ന് പറയുന്നത് ആ ചോദിക്കുന്ന സമയം നമ്മൾ പ്രകൃതിയിൽ നിന്ന് പുറത്തു പോകും. ഇതിന് മൂലാവിദ്യ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയണം. മൂലാവിദ്യ എന്ന് വെച്ചാൽ പ്രൈമൽ ഇഗ്നറൻസ്. ആദ്യം നമ്മളെ മായ പറ്റിക്കുന്നത് ഞാൻ എന്നൊരു പ്രത്യേക വ്യക്തി ഉണ്ട് എന്നുള്ള ഭ്രമരൂപത്തിലാണ്. അതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മായയിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, ഭക്തി ഉണ്ടാവും, വിഭക്തി ഉണ്ടാവും, ബന്ധം ഉണ്ടാവും, മോക്ഷത്തിന് വേണ്ടി കാക്ഷിക്കും. ഒക്കെ ഈ ഞാൻ എന്നുള്ള വ്യക്തിത്വത്തിനെ അംഗീകരിച്ചിട്ടാണ് കളിയുടെ കള്ളം കണ്ടുപിടിച്ചാൽ പുറത്തു പോകും നമ്മൾ.
ഈ കള്ളം കണ്ടുപിടിക്കാതെ ഈ കള്ളത്തിനെ ഉണ്മയാണെന്ന് അംഗീകരിച്ചിരിക്കുന്നിടത്തോളം കാലം മായ നമ്മളെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. ശ്രീരാമകൃഷ്ണദേവൻ പറയും, ആരെങ്കിലും ഒരാൾ പുറത്ത് ചാടിയാൽ മായ കൈകൊട്ടിച്ചിരിക്കും എന്നാണ്. അവൻ ചാടി എന്നാണ്. തന്നെക്കുറിച്ച് തന്നെ ശ്രീരാമകൃഷ്ണദേവൻ ഇടയ്ക്ക് പറയും, ഞാൻ കളിയിൽ കൂടുതൽ മാർക്ക് വാങ്ങി പുറത്തു പോയി, അതുകൊണ്ട് ഒരു വലിയ രസമില്ലേ, നിങ്ങൾ കളിച്ചോളൂ, അറിഞ്ഞുകൊണ്ട് കളിക്കൂ എന്നാണ്. പുറത്ത് ചാടി. നിങ്ങളിപ്പോ കളിയുടെ ഉള്ളിലാണ്, കളിക്കൂ. ഇടയ്ക്ക് വിഷമത്തിൽ പെടും, ഇടയ്ക്ക് പുറത്ത് ചാടും. ഇതൊക്കെ കളിയുടെ അകത്താണ്. പക്ഷെ കളി സീരിയസ് ആവുമ്പോ, ഇപ്പൊ ക്രിക്കറ്റൊക്കെ നോക്കൂ, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച കളിയാണ്. ഇപ്പൊ യുദ്ധമാണ് അല്ലേ? അത് സീരിയസ് ആവുമ്പോ യുദ്ധമാണ്. അതേപോലെയാണ് ഈ ലോകത്തിലും കളി സീരിയസ് ആവുമ്പോ യുദ്ധമായിട്ട് മാറും. കളിയാണ് എന്ന് അറിയണത് എപ്പോഴാന്ന് വെച്ചാൽ കളിക്കണവൻ വാസ്തവമല്ല എന്ന് അറിയുമ്പോഴേ കളിന്ന് പുറത്തു വരുള്ളൂ. മായ എന്ന് പറയണത് ബ്രഹ്മത്തിന്റെ തന്നെ ശക്തിയാണ്, ചിത് ശക്തിയാണ്. മനസ്സ് നമ്മളുടെ ബഹിർമുഖമായിരിക്കുന്നിടത്തോളം ഇതിന്റെ കള്ളം കണ്ടുപിടിക്കാൻ പറ്റില്ല. നിങ്ങൾ കുറച്ച് ക്ഷമിക്കണം, ഞാനൊരു പ്രിപ്പയർഡ് ടോക്കല്ല. ഞാൻ ഇങ്ങനെ പലതും പറയും. ഇത്രയെങ്കിലുമൊക്കെ ഒരു ഓർഡറിൽ പറയാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് എനിക്ക് തന്നെ ആശ്ചര്യമാണ്. അത് കുറെ കഴിയുമ്പോൾ ശരിയായി വരും. നമ്മളൊക്കെ കൂടെ കൂടിയാൽ കുറച്ച് കഴിയുമ്പോൾ ശരിയായി വരും. ശരിയായ സാന്നിധ്യം ഉണ്ടാവണം അവിടെ. നമ്മളുടെ ഒക്കെ ഒന്നാവുമ്പോഴേ ആ സാന്നിധ്യം ഉണ്ടാവുള്ളൂ. അത് നിങ്ങളുടെ ഒക്കെ ഈ ബുദ്ധി, ബ്രെയിന് പ്രവർത്തിപ്പിക്കുന്നത് ഒന്ന് നിന്നാലേ ഞാൻ രക്ഷപ്പെടുള്ളൂ. എന്നാലേ ഇതിനകത്തേക്ക്, ഹൃദയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയുള്ളൂ. അംബികയ്ക്ക് ഒരു പേര് ഹയ്യങ്കവീന ഹൃദയ എന്നാണ്. വെണ്ണ പോലെ ഹൃദയം ഉരുകണമെന്നാണ്. അതൊക്കെ ഇമോഷനാണെന്ന് കരുതരുത്. ഹൃദയം ഉരുകാന്ന് വെച്ചാൽ വികാരമല്ല, ശാന്തിയാണ്, നിർവൃത്തിയാണ്. ആ നിർവൃത്തിയിലേക്ക് കടക്കുമ്പോഴേ സത്സംഗം ഫലിക്കുകയുള്ളൂ. അപ്പൊ അതിന് ആദ്യത്തെ ദിവസം ഞാൻ ഇങ്ങനെ തത്രാപത്ര കളിക്കും, കുറച്ചു നേരത്തേക്ക് ആ വിഷയത്തിലേക്ക് വരാനായിട്ട്. സത്യദർശികളായിട്ടുള്ള എല്ലാവരും അവസാനം ഈ ശക്തിയുടെ മണ്ഡലത്തിനെ അംഗീകരിച്ചിട്ടുണ്ട്. ശക്തിയെ കൂടാതെ ഒരു ചലനവും ശിവനിൽ ഉണ്ടാവില്ല. സൗന്ദര്യലഹരി ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. സ്വയം സാധനയോ ആഴ്ന്ന വിചാരമോ ചെയ്ത് സ്വാനുഭവത്തിന് ശ്രമിക്കാത്ത ആളുകളാണ് പലപ്പോഴും സ്തോത്രകൃതികളൊന്നും ശങ്കരാചാര്യർ എഴുതിയതല്ല എന്നൊക്കെ പറഞ്ഞു പോയിരിക്കണത്. അങ്ങനെയാണെങ്കിൽ ജ്ഞാനികൾക്ക് ഈ ഭക്തിയെ സാധ്യമല്ല എന്നാണ് അങ്ങനെയുള്ള കൂട്ടരുടെ വാദം. ശാസ്ത്രം യുക്തിവിചാരമാണെന്നാണ് അങ്ങനെയുള്ള കൂട്ടരുടെ വാദം. അങ്ങനെ ആവുമ്പോ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള രമണ മഹർഷി, നാരായണ ഗുരുസ്വാമികൾ എഴുതിയ കൃതികളൊക്കെ ഒരുപക്ഷെ ആര് കണ്ടു, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതൊന്നും അവർ എഴുതിയതല്ല എന്ന് പറയുമായിരിക്കാം. ഇതുകൊണ്ടാണ് ഈ ബുദ്ധി കുറച്ച് ഹൃദയത്തിന് വശപ്പെടണമെന്ന് പറയണത്. ശങ്കരൻ തന്നെ പറയുന്നു, ശ്രുത്യനുഗൃഹീത തർക്ക. തർക്കം സ്വതന്ത്രമായി മുക്തിക്ക് കാരണമല്ല, ശ്രുതി അനുഗൃഹീതമായ തർക്കമായാലേ അത് മുക്തിക്ക് കാരണമാവുള്ളൂ. സ്വതന്ത്രമായ താർക്കികനെ ശ്രീശങ്കരൻ വിളിക്കണത് കൊമ്പും വാലുമില്ലാത്ത കാളമാട് എന്നാണ് വിളിക്കുന്നത്. ഭാഷ്യത്തിൽ ഒരിടത്ത് പറയണു, താർക്കികൈഹി ബലീവൃദ്ധൈഹി എന്നാണ്. അതുകൊണ്ട് യുക്തി ഒരു ലെവലിന് മേലെ പോയാൽ നമ്മളെ വഴിതെറ്റിക്കും. യുക്തി എങ്ങനെ പോകണം? ശ്രുതി യുക്തിയെ ഉപയോഗിക്കണുണ്ട്. ഉപനിഷത്ത് യുക്തി ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സത്യത്തിനെ തെളിച്ച് കാണിച്ചു തരണത്. ഉപനിഷത്തിന്റെ മാർഗം യുക്തിയാണ്. പക്ഷെ അത് ഉപനിഷത്തിൻ്റെതായിട്ടുള്ള ഒരു യുക്തിയാണ്, അനുഭവപ്രധാനമായ യുക്തിയാണ്.
ആ യുക്തിയിലൂടെ വേണം നമ്മള് വലയത്തിൽ നിന്നും പുറത്തു ചാടാൻ. ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രജ്ഞനിലേക്ക് തിരിയാനായിട്ട്. അതിന് ജ്ഞാനമാർഗം, ഭക്തിമാർഗം എന്ന രണ്ടു മാർഗം ആശ്രയിക്കപ്പെടുന്നുണ്ടെങ്കിലും രണ്ടും പലയിടത്തും കൂടിച്ചേരും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ സത്യസാക്ഷാത്കാരം നേടിയ ജ്ഞാനികളൊക്കെ തന്നെ ഭക്തന്മാരുമായിരുന്നു. അവരൊക്കെ തന്നെ ഈ മഹാമായയുടെ കൃപയുണ്ടെങ്കിലേ ഇതൊന്ന് പുറത്തു പോവാൻ പറ്റുള്ളൂ എന്ന് അംഗീകരിച്ചവരുമാണ്. സൈഷാ വരദ പ്രസന്ന നൃണാം ഭവതി മുക്തയെ എന്ന് ദേവി മഹാത്മ്യം. അവൾ എപ്പോ പ്രസന്നയാവുന്നു, കൃപ ചെയ്യുന്നു, അപ്പോഴാണ് ഈ ജീവനെ പുറത്തേക്ക് വിടുന്നത്. അവളുടെ കൃപ കൊണ്ടാണ് ഈ ജീവൻ പൂർണ്ണമായ സത്യത്തിനെ കണ്ടെത്തുന്നത്. അപ്പൊ ഈ അവൾ ആരാണ്? ഈ ശക്തി ആരാണ്? ഈ ശക്തി എന്താണ്? ഭഗവാൻ രമണ മഹർഷി അരുണാചല അഷ്ടകത്തിൽ പറയുന്നു, ആഴ്ന്ന വിചാരം ചെയ്ത് നിശ്ചലമായ സത്യത്തിലിരിക്കുന്ന ജ്ഞാനി ഈ ശക്തിയുടെ പിറപ്പിടത്തിനെ കാണുന്നു എന്നാണ്. ഉളതുണിൽ അളതിലാ അതിശയ ശക്തി. ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ആ നിശ്ചലതയിൽ ഈ ശക്തിയുടെ പിറപ്പിടത്തിനെ കാണുന്നു. ശക്തി ശിവനിൽ നിന്ന് അന്യമല്ല. ആ ശക്തി അന്തർമുഖമാവുമ്പോ അതിന് ചിത്ശക്തി എന്ന് പേര്, ബഹിർമുഖമാവുമ്പോ മനസ്സെന്ന് പേര്. ചിത്ശക്തി ചേതനാരൂപ, ജഡശക്തി ജഡാത്മിക. ഈ ഇതൊക്കെയാണ് വാക്കുകൾ. നമുക്കിപ്പോ നമ്മളെ നിരന്തരം ജഡവസ്തുക്കളുമായി ബന്ധപ്പെടുത്തുന്നതും നാമരൂപങ്ങൾ തോന്നിപ്പിക്കുന്നതും വികാരങ്ങൾ ഉണ്ടാക്കുന്നതും നമ്മളെ നിശ്ചലമായി ഇരുത്താത്തതും നമുക്ക് അശാന്തി ഉണ്ടാക്കുന്നതും നിത്യനിരന്തരം നമ്മളുടെ മനസ്സിനെ പുറമേക്ക് ചാടിക്കുന്നതുമായ ശക്തിയുടെ, അവിദ്യാശക്തിയുടെ പേരാണ് ജഡശക്തി എന്ന് ആചാര്യസ്വാമികൾ ലളിതാ സഹസ്രനാമം പറയണത്. ആ ജഡശക്തി തന്നെ ശുദ്ധമാവുമ്പോ ചേതനാരൂപ, അകമേക്കുള്ള ശുദ്ധമായ ചൈതന്യത്തിനെ, ശിവത്തിനെ കാണിച്ചു തരും. ശിവശക്തി ഐക്യരൂപിണി, ശിവനോട് ഐക്യമുണ്ടാക്കുന്നവളാണ് അവൾ. ആത്മാനുഭവത്തിനെ, ആത്മജ്ഞാനത്തിനെ ഉണ്ടാക്കുന്നതാണ് ആ ചിത്ശക്തി എന്ന് പറയുന്നത്. നമ്മളുടെ വിഷയവും ഇവിടെ അതാണ്. നമുക്ക് പൂർണ്ണമായ ആത്മാനുഭവം ഉണ്ടാവാൻ, ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവാൻ നമുക്ക് ആ ശക്തിയുടെ കൃപ കൂടാതെ സാധ്യമല്ല. ആ ശക്തി നമുക്ക് വഴി കാണിച്ചു തന്നാലേ ശിവനെ കാണാനൊക്കെയുള്ളൂ. അംബിക വഴി കാണിച്ചു തന്നാലേ ഹരനെ കാണാനൊക്കെയുള്ളൂ, ഈശ്വരനെ അറിയാൻ സാധിക്കുകയുള്ളൂ. ആ ദേവീ തത്വത്തിലേക്കാണ് പ്രവേശിക്കാനാണ് ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശുദ്ധമായ ശാസ്ത്രീയമായ വേദാന്തത്തിൽ മായ ഒരു വസ്തുവല്ല. മായയെ പറയണത് വസ്തുശൂന്യ യുക്തിശൂന്യ വസ്തുപ്രകാശസ്യ സംജ്ഞാമായ എന്നാണ്. അതിനൊരു യുക്തിയില്ല, പക്ഷെ പലതും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി വേദാന്ത വിചാരം ചെയ്യുമ്പോൾ മായ ഒരു നിഷിദ്ധമായ വസ്തു പോലെ തോന്നും. വിവേകാനന്ദ സ്വാമികൾ ആദ്യം അതുകൊണ്ട് യുക്തിയുടെ മാർഗത്തിൽ സഞ്ചരിച്ച് മായയെ സ്വീകരിച്ചിരുന്നില്ല. കുടുംബത്തിൽ പലവിധത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായി ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് ചെന്ന് ഒരു ദിവസം കരയാണ്. അദ്ദേഹം പറയാണ്, അങ്ങ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം, വീട്ടിൽ പഷ്ണിയാണ്, പലവിധത്തിലുള്ള വിഷമങ്ങളാണ്, കഷ്ടമാണ്. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും, നീ മായയെ സമ്മതിക്കണില്ല, അതുകൊണ്ടാണ് നിനക്ക് ഈ വിഷമമൊക്കെ. അപ്പൊ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, അങ്ങക്ക് ആ മായയെ പ്രത്യക്ഷമായിട്ട് കണ്ട ആളാണല്ലോ ദേവീ രൂപത്തില്, അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, നീ ഒരു കാര്യം ചെയ്യൂ, നേരെ ദേവീക്ഷേത്രത്തിൽ ചെന്ന് കാളിയുടെ അടുത്ത് ചെന്ന് വിഷമങ്ങളൊക്കെ തീർത്തു തരണമെന്ന് പ്രാർത്ഥിക്കൂ. ഞാൻ പ്രാർത്ഥിച്ച അമ്മ കേൾക്കുവോ? നിശ്ചയമായിട്ടും കേൾക്കും. പോയി പ്രാർത്ഥിക്കൂ. നേരെ അമ്പലത്തിൽ ചെന്നു. പ്രാർത്ഥിക്കാൻ പോയ ആള് അവിടെ പോയിട്ട് ഒന്നും പറയാതെ തിരിച്ചു വന്നു. പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചു ശ്രീരാമകൃഷ്ണദേവൻ. അപ്പൊ പറഞ്ഞു, ഞാൻ മറന്നുപോയി. ഇതാണ് പറയണത്, യാ ദേവി സർവഭൂതേഷു സ്മൃതിരൂപേണ സംസ്ഥിത. പ്രാർത്ഥിക്കണോ വേണ്ടയോ എന്നുള്ളത് പോലും എന്റെ കയ്യിൽ ഇല്ലാന്നിരിക്കെ, എന്ത് പ്രാർത്ഥിക്കണമെന്നുള്ള സ്വാതന്ത്ര്യം പോലും ഉള്ളിലിരുന്ന പ്രകൃതി എന്നെ കൊണ്ട് പറയിക്കണ പോലെ നിനക്ക് ചെയ്യാൻ പറ്റുമോ എങ്കിൽ എന്റെ സ്വാതന്ത്ര്യം എവിടെയാ ഉള്ളത്? വീണ്ടും രണ്ടാമത് പറഞ്ഞു വെച്ചു, ഈ തവണ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ട് പോയി. അവിടെ ചെന്ന് പോകുമ്പോ ആ പ്രാർത്ഥനയൊക്കെ വേണ്ടാന്ന് തോന്നി, തുച്ഛമായിട്ട് തോന്നി. എനിക്ക് ജ്ഞാനം തരൂ, ഭക്തി തരൂ എന്ന് പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ തവണ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞയച്ചപ്പോ കുറച്ചു ദൂരം പോയിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു, ഇനി എനിക്ക് വയ്യ. അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു, എന്നെ കൊണ്ട് സാധിക്കില്ല അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ലൗകികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ. നിനക്ക് അത്യാവശ്യം വേണ്ട വിഷമങ്ങളൊന്നും, കുടുംബത്തിന്റെ ആവശ്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ല, അതിനെ അമ്മ അനുഗ്രഹിക്കും. അവസാനം നീ ശക്തിയെ അംഗീകരിക്കേണ്ടി വരും. അവസാനം ശക്തിയെ അംഗീകരിച്ചു കഴിയുമ്പോഴേ ജീവന്റെ അധ്യാത്മയാത്ര പൂർണ്ണമാവുള്ളൂ. ശക്തിയെ അംഗീകരിക്കൽ എന്ന് വെച്ചാൽ ശക്തിയെ നിഷേധിച്ചിട്ട് സത്യത്തിനെ കണ്ടെത്തിയ ശേഷമുള്ള അംഗീകാരത്തിനെയാണ് ഇവിടെ പറയണത്. അല്ലാതെ ഇപ്പൊ എല്ലാവരും ശക്തിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ലോകത്തിൽ ലൗകികന്മാരൊക്കെ ശക്തിയുടെ ഉള്ളിലാണ്, അതിന്റെ പിടിയിലാണ്. ആദ്യം സത്യത്തിനെ കണ്ടെത്തണമെങ്കിൽ സകല ചലനങ്ങളിൽ നിന്നും അചലമായ സത്യത്തിലേക്ക് തിരിച്ചു ചെല്ലണം. എന്നിട്ട് ആ സ്റ്റാറ്റിക് പ്ലെയിനിൽ നിന്നും, നിശ്ചലമായ തലത്തിൽ നിന്നും സചലമായ മണ്ഡലത്തിലേക്ക് തിരിച്ചു വന്ന് ശരണാഗതി ചെയ്യുമ്പോഴാണ് ജീവന്റെ അധ്യാത്മയാത്ര പൂർണ്ണമാവണത്. സ്വരൂപത്തിനെ അറിഞ്ഞിട്ട് സ്വധർമ്മത്തിന് വഴങ്ങിക്കൊടുക്കുമ്പോ ജീവന്റെ അഹങ്കാരം നിശേഷമില്ലാതായിട്ട് തീരും. സ്വരൂപത്തിനെ അറിഞ്ഞു കഴിഞ്ഞാലേ ശക്തി നമുക്ക് അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിനെ കാണിച്ചു തരുകയുള്ളൂ. അപ്പോഴാണ് നമുക്ക് മഹാമായ എന്ന് പറയുന്നത് എന്താണെന്നും ഈ വിദ്യാശക്തി എന്താണെന്നും ഒക്കെ തെളിഞ്ഞ് കാണുന്നത്. അപ്പോഴാണ് നമ്മൾ ആ ശക്തി നമുക്ക് ഭഗവാൻ യോഗക്ഷേമ ശക്തി എന്നൊക്കെ ഗീതയിൽ പറയണതൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഈശ്വരൻ, ഭഗവാൻ എന്നൊക്കെ പറഞ്ഞ് പുല്ലിംഗത്തിൽ പറയണതും ശക്തി തന്നെയാണ്. ശിവൻ എന്ന് പറഞ്ഞാലും അത് ശക്തി തന്നെയാണ്. ശൈവസിദ്ധാന്തത്തിൽ അതുകൊണ്ട് രണ്ട് പദമുണ്ട്, ശിവനെന്നും ശിവം എന്നും. ശിവൻ എന്നുള്ളത് ശക്തിയുടെ ഉള്ളിലാണ്. അതിന് നാമമുണ്ട്, രൂപമുണ്ട്, സഗുണമാണ്. ശിവം എന്നുള്ളത് ശുദ്ധ നിർഗുണമായ തത്വമാണ്. അപ്പൊ സകല വികാരങ്ങളോടുകൂടി നമ്മള് വിഷ്ണു എന്ന് പറഞ്ഞാലും ശിവനെന്ന് പറഞ്ഞാലും എന്തൊക്കെ തന്നെ പേര് പറഞ്ഞാലും അതൊക്കെ ശക്തി തന്നെയാണ്. അതൊക്കെ ആ ദേവീ തത്വം തന്നെയാണ്. ആ ദേവീ തത്വം അഥവാ മഹാമായ തത്വത്തിന്റെ ഉള്ളിൽ ഇതൊക്കെ പെടും. നമ്മളുടെ കോൺസെപ്റ്റ് ഓഫ് ഗാഡ്, ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ ഭാവനകളും മായയുടെ ഉള്ളിലാണ്. നമ്മളുടെ ശരീരം പ്രകൃതിയുടെ ഉള്ളിലാണ്, നമ്മളുടെ മനസ്സ് പ്രകൃതിയുടെ ഉള്ളിലാണ്, ഞാൻ എന്ന് പറയുന്ന അഹങ്കാരം പ്രകൃതിയുടെ ഉള്ളിലാണ്, നമ്മളുടെ ഓരോ ചലനവും പ്രകൃതിയിലാണ്. ഞാൻ എന്ന് പറയുന്ന ഈ അഹങ്കാരം പ്രകൃതിയുടെ തന്നെ ഒരു ഭാവമാണ്. മഹാഭൂതാനി അഹങ്കാരോ ബുദ്ധിരവ്യക്തമേ വച്ച്. അഹങ്കാരവും പ്രകൃതിയുടെ ഉള്ളിലാണ്. ദേവി മഹാത്മ്യത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ കുറെ ശ്ലോകങ്ങൾ വരും. യാദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത, സ്മൃതിരൂപേണ സംസ്ഥിത, ക്ഷുധാരൂപേണ സംസ്ഥിത, മേധാരൂപേണ സംസ്ഥിത, ശക്തിരൂപേണ സംസ്ഥിത എന്ന് പറഞ്ഞ അംബികയെ നമ്മളുടെ ഉള്ളിൽ മാനിഫെസ്റ്റ് ആവുന്ന പല ശക്തികളുടെ രൂപത്തിലും അംബികയെ വന്ദിക്കുന്നു. ദേവി ആരാണ് എന്ന് വെച്ചാൽ, എനിക്ക് ഒരു സമയം വിശപ്പുണ്ടാവണമെങ്കിൽ
വിശപ്പിന്റെ രൂപത്തിൽ ആ ശക്തിയാണ് അവതാരമെടുത്തിരിക്കുന്നത്. നമുക്ക് ദേവീമാഹാത്മ്യം ശരിക്ക് അറിയാമെങ്കിൽ വിശപ്പ് വരുമ്പോ വിശപ്പിന്റെ രൂപത്തിൽ ആ ശക്തിയെ നമ്മൾ കണ്ട് വിശപ്പ് എന്നുള്ള വേദനയോടൊപ്പം നമുക്ക് സമാധി അനുഭവം ഉണ്ടാവണം. ബുദ്ധിയില് ഓർമ്മ ഉണ്ടാവുമ്പോ ഓർമ്മയുടെ രൂപത്തിൽ ആ ദേവിയാണ് ആവിർഭവിക്കണത്. ഉറക്കം വരുമ്പോ, ഇപ്പൊ ഞാൻ പറയണതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നിദ്രാരൂപേണ സംസ്ഥിത എന്നുള്ള ദേവി ഉള്ളിൽ ആവിർഭവിക്കും. അതും ആ ദേവിയുടെ തന്നെ മാനിഫെസ്റ്റേഷനാണ്. ഇത് മുഴുവൻ പ്രകൃതിയാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാം, ഞാൻ എന്നുള്ള വ്യക്തിയുടെ സ്വാതന്ത്ര്യം എവിടെയാ ഉള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സും പ്രകൃതിയുടെയാണ്. കയ്യും കാലും ഒക്കെ ചലിക്കുന്നത് പ്രകൃതിയുടെയാണ്. ഉറക്കം വരുന്നത് പ്രകൃതിയാണ്. ഉണരുന്നത് പ്രകൃതിയാണ്. രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണരണു? അല്ല സ്വിച്ച് ഉണ്ടോ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും? എങ്ങനെ ഉറക്കം വന്നു, എങ്ങനെ ഉണരണു? പ്രകൃതിയാണ്. വിശപ്പ് എങ്ങനെ വരണു? പ്രകൃതിയാണ്. ചലനം എങ്ങനെ നടക്കണു? പ്രകൃതിയാണ്. ഇതൊക്കെ പ്രകൃതിയുടെ മണ്ഡലമാണ്. അതിനകത്ത് ഞാൻ എന്നുള്ള ഒരു വികാരം ഉണ്ടാവണു, ആ വികാരവും പ്രകൃതിയാണ്. ഇതൊക്കെ ചെന്ന് ലയിച്ചു ചേർന്നിട്ട് സുഖമായി ഉറങ്ങുന്നു സുഷുപ്തിയിൽ, ഒന്നും അറിയണില്ല, ഒരു ആവരണം മാത്രമുണ്ട്, അതും പ്രകൃതിയാണ്. ഈ പ്രകൃതി എവിടെയാണോ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്, ആ നിശ്ചലമായ അധിഷ്ഠാനത്തിനെയാണ് നമ്മൾ ബ്രഹ്മമെന്നോ ശിവനെന്നോ ഗീതയിൽ അക്ഷരപുരുഷനെന്നോ ഒക്കെ പറയണത്. അവിടെ നമ്മൾ നിത്യസ്വതന്ത്രരാണ്, പ്രകൃതിയിൽ നമ്മൾ നിത്യബദ്ധരാണ്. പ്രകൃതിയുടെ ഉള്ളിൽ ആർക്കും സ്വതന്ത്രരാവാൻ സാധ്യമല്ല. ശരീരത്തിന്റെ മണ്ഡലത്തിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശ്രമിക്കുകയാണ്, സാധ്യമല്ല. ദേഹത്തിനെ പൂർണ്ണമായും സ്വതന്ത്രമാക്കാൻ സാധ്യമല്ല. ദേഹം എങ്ങനെ വന്നു എന്ന് നമുക്കറിയില്ല, അല്ലേ? ദേഹം നമ്മൾ ജനിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞു നോക്കുമ്പോ ദേഹത്തോടെ ഇരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. ദേഹം എങ്ങനെ വന്നു എന്നറിയില്ല, ഇതെങ്ങനെ പ്രവർത്തിക്കണമെന്നറിയില്ല, ഇതെപ്പോ പോകുമെന്നറിയില്ല. പ്രകൃതിയുടെ ആദ്യ ഭാവമാണ് ഈ ദേഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ ദേഹത്തിലിരുന്നു കൊണ്ടാണ് നമ്മൾ പ്രപഞ്ചത്തിനെ മുഴുവൻ കാണുന്നത്. ഈ ദേഹത്തിലാവട്ടെ നമുക്ക് ജന്മം, മൃത്യു, ജരാ, വ്യാധി മുതലായ ദുഃഖങ്ങളൊക്കെ ഉണ്ട് താൻ. ഈ ദുഃഖങ്ങൾക്കൊക്കെ ഒരു അറുതി വരുത്താൻ, ഒരു അവസാനം വരുത്താൻ നമുക്ക് എന്താണോ വഴി, ഇവിടുന്ന് എങ്ങനെ പുറത്തു പോകും എന്നാണ് തത്വവിചാരം ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്നതും. ഇതിനുള്ള അറുതി വരുത്താനുള്ള വഴിയായിട്ടാണ് എല്ലാ യോഗശാസ്ത്രങ്ങളും അധ്യാത്മസാധനയും അവസാന വാക്കായിട്ട് പറയുന്നത് പരോഹി യോഗ മനസ്സമാധി. എപ്പോ മനസ്സ് ശാന്തമാവുന്നുവോ, നിശ്ചലമാവുന്നുവോ, അപ്പോ യോഗസ്ഥിതി ഉണ്ടാവും, അപ്പോ നിർവൃത്തി ഉണ്ടാവും, ശാന്തി ഉണ്ടാവും. എല്ലാ ദുഃഖത്തിനും മൂലകാരണം ചിത്തവൃത്തികളാണ്, വിചാരങ്ങളാണ്. വിചാരങ്ങൾ ഉണ്ടായിക്കഴിയുമ്പോഴാണ് ഞാനൊരു വ്യക്തിയാവണത്, ഞാൻ എന്നുള്ള വിചാരം ഉണ്ടാവണു, മറ്റു വിചാരങ്ങളൊക്കെ ഉണ്ടാവണു, ശരീരം തോന്നണു, ലോകം തോന്നണു. വിചാരങ്ങളാണ് നമ്മളെയും ലോകത്തിനെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്നത്. വിചാരങ്ങൾ അടങ്ങിയാൽ, നിശ്ചലമായാൽ, ആ നിശ്ചലമായ സ്ഥിതിയിൽ നമുക്ക് നിർവൃത്തി ഉണ്ടാവും, ശാന്തി ഉണ്ടാവും. ചുരുക്കത്തിൽ ശാന്തി തന്നെയാണ് നമ്മളുടെ എല്ലാ ആധ്യാത്മികമായിട്ടുള്ള ചോദ്യത്തിനും ഉത്തരം. ആ ശാന്തിയാവട്ടെ മനസ്സ് ഉള്ളത്തോളം ഉണ്ടാവില്ല. മനസമാധാനം എന്നുള്ള വാക്ക്
തെറ്റായ വാക്കാണ്. സമാധാനമുള്ളപ്പോ മനസ്സില്ല, മനസ്സുള്ളപ്പോ സമാധാനമില്ല. മനസ്സെന്ന് വെച്ചാൽ തന്നെ വിചാരങ്ങളാണ്. വിചാരങ്ങൾ കുറയും തോറും, അഥവാ വിചാരങ്ങളിൽ നിന്നും നമ്മൾ പിൻവാങ്ങും തോറും നമുക്ക് നിർവൃത്തി ഉണ്ടാവും, പൂർണ്ണതയെ നമ്മൾ കാണും. വിചാരങ്ങളുടെ തലത്തിലും പ്രകൃതിയുടെ തലത്തിലും പൂർണ്ണമാവാൻ സാധ്യമല്ല. അതാണ് ആദ്യപടി. അതാണ് നമ്മൾ പറയുന്നത്, മഹാമായയുടെ മണ്ഡലത്തിൽ ആരും സ്വതന്ത്രരല്ല, അവളുടെ കയ്യിൽ കളിപ്പാട്ടങ്ങളാണ്. നമുക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ മായ പതുക്കെ നമ്മളെ ശിവശക്തിഐക്യരൂപിണിയാണ്. അവൾ ശിവനെ കാണിച്ചു തരുമ്പോൾ ശിവൻ എന്നും സ്വതന്ത്രനാണ്, നിത്യസ്വതന്ത്രനാണ്. ബന്ധമില്ല ശിവന് ഒന്നിനോടും. ശക്തി എത്ര തന്നെ ചലിക്കട്ടെ, ആ ചലനമൊന്നും ശിവനെ ബാധിക്കണില്ല. ഇനിയിപ്പോ ശിവനെ ശ്രദ്ധിക്കുമ്പോ ശക്തി ശിവനിൽ ഇല്ലാതായിത്തീരുകയും ചെയ്യും. ഭഗവാൻ രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു, they say that without she there is no he, without he there is no she. ശക്തി ഇല്ലെങ്കിൽ ശിവനില്ല, ശിവനില്ലെങ്കിൽ ശക്തിയില്ല എന്ന് പറയണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോ മഹർഷി പറഞ്ഞു, there is he within she. ഷീ എന്നുള്ളതില് ഹീ ഉണ്ട്, SHE. ഹീല് ഷീ ഇല്ല. മനസ്സിലായോ? SHEയില് HE ഉണ്ട്. HE മാത്രമാകുമ്പോ അതിൽ ഷീ ഇല്ല. അതായത് നിശ്ചലമായ ശുദ്ധ ശിവത്തിൽ ശക്തിയുടെ സമ്പർക്കമില്ലാതെ അത് നിൽക്കണു. പക്ഷെ ശക്തി എല്ലാ താണ്ഡവം ചെയ്യുമ്പോഴും അതിന്റെ സെന്ററിൽ ശിവമുണ്ട്. നമ്മൾക്ക് മായയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുമ്പോ നമുക്ക് പറയാം, മായയിൽ ശിവൻ അടക്കമാണ്, ശിവനിൽ മായ അടക്കമല്ല. മായയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുമ്പോ അങ്ങനെ പറയാം. മുക്തിക്ക് പ്രാമുഖ്യം കൊടുക്കാൻ നമുക്ക് പറയാം, ശിവൻ മാത്രമായിട്ട് നിൽക്കും, ശക്തി മാത്രമായിട്ട് നിൽക്കില്ല. രണ്ടു വിധത്തിലും പറയാം. മായയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുമ്പോ, നമ്മൾ പ്രപഞ്ചത്തിനെ കാണുമ്പോ, ഒരു വിധത്തിൽ പറഞ്ഞാൽ സഗുണത്തിന്റെ ഉള്ളിൽ നിർഗുണം അടക്കമാണ്. സഗുണം തനിച്ച് നിൽക്കില്ല, നിർഗുണം തനിച്ച് നിൽക്കും. സഗുണപ്രപഞ്ചത്തിൽ എല്ലാ വ്യവഹാരങ്ങളുടെയും കേന്ദ്രസ്ഥാനത്തിൽ ഗുണസ്പർശമില്ലാതെ നിശ്ചലമായ പൂർണമായ എല്ലാ ബന്ധങ്ങളിൽ നിന്നും വിമുക്തി തരുന്നതായ ഒരു ധാമം, നമ്മളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരമായ ഒരു കേന്ദ്രസ്ഥാനം, അഭയപദം, വിശ്രാമസ്ഥാനം, വിശ്രാന്തിസ്ഥാനം നമ്മളുടെ അകത്തുണ്ട്. അതുള്ളതുകൊണ്ടാണ് അധ്യാത്മശാസ്ത്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനൊന്നും അർത്ഥമേ ഇല്ല. അതുള്ളതുകൊണ്ടാണ് നമുക്കൊക്കെ ഇതിൽ വിശ്വാസവും വരുന്നത്. എന്തോ ഉണ്ട് 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 എന്നിട്ടാണ് അന്വേഷിക്കുന്നത്. ആ വിശ്രാമസ്ഥാനത്തിനെയാണ് ശിവൻ എന്ന് പറയുന്നത്. അവിടെ നിത്യനിരന്തര വിശ്രാന്തിയാണ്. ശക്തി ദിവസവും നമ്മളെ അറിയാതെ ആ ശിവന്റെ അടുത്ത് കൊണ്ടുപോയി നമ്മളെ കുറച്ചു നേരം വിശ്രമിപ്പിച്ചിട്ട് കൊണ്ടുവരണമുണ്ട്. ജന്മമൃത്യു ജരാതപ്ത ജനവിശ്രാന്തിദായിനി എന്നൊരു നാമം. ജന്മമൃത്യു ജരാതപ്തരായ ജനങ്ങൾക്ക് അപ്പപ്പോ വിശ്രാന്തി കൊടുക്കണുണ്ട് ഈ ശക്തി. ഉറക്കത്തിലും ചിത്തവൃത്തികൾക്കിടയിലും ഒരു ജനനത്തിനും മരണത്തിനും നടുവിലും ഒക്കെ ഇവൾ നമ്മൾ ചോദിക്കാതെ തന്നെ ആ വിശ്രാന്തിയെ തരണുണ്ട്. ആ വിശ്രാന്തിയെ ബോധപൂർവം അന്വേഷിച്ച് അറിയുന്നതാണ് മുക്തിമാർഗം എന്ന് പറയണത്. ആ വിശ്രാന്തിയാണ് നമ്മളുടെ സ്വരൂപമെന്നും അതാണ് നമ്മളെന്നും അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മായയ്ക്ക് പുറത്തു പോകും, പ്രകൃതിക്ക് പുറത്തു പോകും. ആ വിശ്രാന്തി സ്ഥാനം
ആത്മാവിന്റെ സ്വരൂപമാണ്. മുക്തി എന്ന് പറയുന്നത് നേടിയെടുക്കേണ്ടതല്ല. മുക്തി നമ്മളുടെ സ്വരൂപമാണ്. ഞാൻ എന്ന അനുഭവത്തിന്റെ തന്നെ സ്വരൂപമാണ് മുക്തി. ബന്ധം വാസ്തവമല്ല. പക്ഷെ നമുക്ക് ബന്ധവും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് വാസ്തവമല്ലെങ്കിലും. ഇല്ലാതെ മായയിടും ഉല്ലാസം എന്ന് നാരായണ ഗുരുസ്വാമി പറഞ്ഞു. ഇല്ലാതെ മായയിടും ഉല്ലാസം എന്നാണ്. ഇല്ലെങ്കിലും ആ മായ എന്നുള്ള പേരിന് തന്നെ അർത്ഥം ഇല്ലാത്തതെന്നാണ്. യാ മാ സാ മായ എന്നാണ്. ആ മായ കാണിക്കുന്ന കൂത്ത്, ഗോഷ്ഠികൾ, ചേഷ്ട, അതാണ് നമ്മൾ പുറത്ത് കാണുന്നത് മുഴുവൻ. പക്ഷെ ഈ മായയുടെ ഒന്നും തന്നെ ഉള്ളിലുള്ള ശിവനെ അല്പം പോലും സ്പർശിക്കണില്ല. ആ ശിവനെ അറിയാമെങ്കിൽ മായയിൽ നിന്നും പുറത്തു പോകും. ശിവനെ അറിയാൻ ഉള്ള വഴിയാണ് ആത്മവിചാരം എന്ന് പറഞ്ഞ്, അധ്യാത്മവിചാരം എന്ന് പറയുന്ന മാർഗം. ഭക്തിമാർഗത്തിലാവട്ടെ നമ്മൾ ഭക്തിയോടുകൂടെ ചെല്ലുമ്പോൾ മായയെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് ശിവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ലളിതാ സഹസ്രനാമത്തിൽ ആദ്യത്തെ നാമം എന്താ? ശ്രീമാത്രേ നമഃ അല്ലേ? അമ്മ എന്ന് വിളിച്ചുകൊണ്ട് അടുത്ത് ചെല്ലുകയാണ്. അവസാനം ശിവശക്തി ഐക്യരൂപിണ്യൈ നമഃ. അമ്മ എന്ന് വിളിച്ചുകൊണ്ട് അടുത്ത് ചെല്ലുമ്പോ അമ്മയുടെ ജോലി എന്താ? അച്ഛനെ കാണിച്ചു തരിക അല്ലേ? അമ്മ, അച്ഛൻ എന്നൊക്കെ നമ്മൾ പറയണത് നമ്മൾക്ക് നമ്മളുടെ ലൗകികമായ അമ്മയും അച്ഛനെയും ഒക്കെ അറിയാം. ഈ ലൗകികമായ അമ്മയും അച്ഛനും വെച്ചുകൊണ്ടാണ് നമ്മൾ മഹാമായയും അറിയാൻ ശ്രമിക്കണതേ. വാസ്തവത്തിൽ അമ്മ എന്ന് പറയുന്നത് ഒരു സ്ത്രീയല്ല. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത എന്നാണ് ലളിതാ ദേവി മഹാത്മ്യം. എല്ലാരിലും ഈ മാതൃത്വമുണ്ട്. സ്ത്രീയിൽ മാതൃത്വം കുഞ്ഞ് ജനിക്കുമ്പോൾ ആവിർഭവിക്കുകയാണ്. അത് സ്ത്രീയുടെ സ്വന്തമല്ല. സ്ത്രീ ആ മാതൃത്വം തന്റേതാണെന്ന് ധരിച്ച് മാതൃത്വത്തിനെ നഷ്ടപ്പെടുത്തി കളയുകയാണ്. ആ മാതൃത്വം തന്റേതല്ലെന്നും ഈ കുഞ്ഞിനെ ഒരു കാരണമാക്കി വെച്ചുകൊണ്ട് ഉള്ളിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മാതൃത്വം ആവിർഭവിക്കുകയാണെന്നും അറിയുകയാണെങ്കിൽ മാതൃത്വം തന്നെ ഒരു സ്ത്രീക്ക് ഈശ്വര സാക്ഷാത്കാരമാണ്. ആ മാതൃത്വത്തിൽ തന്നെ ഇല്ലാതാക്കണം, അല്ലാതെ ആ മാതൃത്വത്തിനെ തന്റെ സ്വന്തമാക്കരുത്. മാതൃത്വത്തിൽ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുമെങ്കിൽ മാതൃത്വം എന്ന ഒരേ ഒരു ആവിർഭാവം മതി ഒരു സ്ത്രീക്ക് മുക്തിക്ക് കാരണമാവാൻ. ശിവനിൽ മാതൃത്വം അടക്കമാണ്. അതുകൊണ്ട് തമിഴിൽ ശിവനൊരു പേരുണ്ട്, അമ്മയപ്പൻ എന്ന് പേരുണ്ട്. തമിഴിലൊരു സ്വാമികൾ, രാമലിംഗ സ്വാമികൾ പാടി, അതുകൊണ്ട് തന്നെ എന്റെ കാര്യം മഹാകഷ്ടത്തിലാണെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ അമ്മയെ അടിച്ചാൽ അച്ഛന്റെ അടുത്ത് പോവാം, അച്ഛൻ തല്ലിയ അമ്മയുടെ അടുത്ത് പോവാം. ഇപ്പൊ എനിക്ക് രണ്ടും ഒരാളായതുകൊണ്ട് ഞാൻ എവിടെ പോവും? തടിത്തവോർ മകനെ തந்தை ஈர்ந்தடித்தால் தாயுடன் அணைப்பன், தாய் அடித்தால் பிடித்தொரு தந்தை அணைப்பன் இங்கெனக்கு பேசிய தந்தையும் தாயும் பொடித்திருமேனி அம்பலத்தாடும் புனிதனியாதலால் என்னை அடித்திடல் போதும் அணைத்திடல் வேண்டும் അമ്മയപ്പാ ഇനി ആற்றേൻ. നടരാജാവിനെ കണ്ട്, ചിദംബരത്തില് നടരാജനെ കണ്ട് പറഞ്ഞതാണ് അമ്മയപ്പ എന്ന് വിളിച്ചുകൊണ്ട് പറയാണ്. പറഞ്ഞാ കേൾക്കാത്ത ഒരു മകനെ അച്ഛൻ തല്ലിയ അമ്മ ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിക്കും, അമ്മ തല്ലിയ അച്ഛൻ ആശ്വസിപ്പിക്കും. എനിക്കിപ്പോ അമ്മയും അച്ഛനും പൊടിത്തിരുമേനി അമ്പലത്താടും പുണിതനീയാതലാൽ എന്നെ, അങ്ങ് തന്നെയാണ് എനിക്ക് അമ്മയും അച്ഛനും. ഞാനിപ്പോ ആരുടെ അടുത്ത് പോകും? അതുകൊണ്ട് എന്നെ ദുഃഖിപ്പിച്ചതും വിഷമിപ്പിച്ചതും ഒക്കെ മതി, എന്നെ ആശ്വസിപ്പിക്കൂ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാതൃത്വം അഥവാ പിതൃഭാവം, എല്ലാ ഭാവങ്ങളും ആ മൂലപ്രകൃതിയിലുണ്ട്. അത് ഓരോ കാരണം വെച്ചുകൊണ്ട് വ്യക്തികളിലൂടെ ആവിർഭവിക്കുകയാണ്. ഈ ഭാവങ്ങളൊക്കെ ആവിർഭവിക്കുമ്പോ അത്
ഒരു വ്യക്തിയുടെ അല്ല. സഗുണബ്രഹ്മം എന്ന് പറയുന്നത് അത് തന്നെ. നമ്മളുടെ നിശ്ചലമായ ഉള്ളിലുള്ള അന്തര്യാമി മാതൃഭാവത്തിനെയോ പിതൃഭാവത്തിനെയോ ദാസഭാവത്തിനെയോ സഖ്യഭാവത്തിനെയോ ഒക്കെ അംഗീകരിക്കുകയാണ്, വാത്സല്യഭാവത്തിനെയോ ഒക്കെ അംഗീകരിക്കുകയാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭക്തിയായിട്ട് മാറും. അപ്പൊ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ അമ്മ എന്നും അച്ഛനായിട്ടും അമ്മയായിട്ടും ഒക്കെ ഒരു സ്ത്രീ, അത്യധികം സ്വാർത്ഥയായ ഒരു സ്ത്രീ ഒരു കുഞ്ഞ് ജനിക്കുമ്പോ വളരെയധികം ത്യാഗം ചെയ്യാൻ കാരണം എന്തേ? അത്യധികം സ്വാർത്ഥയായ ഒരു സ്ത്രീയെ തൽക്കാലത്തേക്ക് ആ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി ഒരു ത്യാഗം അവളിലൂടെ മൃഗങ്ങളിൽ പോലും കാണാം. നമുക്കത് നായിലും പൂച്ചയിലും ഒക്കെ കാണാം. അതിന്റെ വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഓടിച്ചുവിടും ആ കുട്ടികളെ. പക്ഷെ ആ സമയത്ത് ആ കുഞ്ഞിനു വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്നത് ആ നായുടെയോ പൂച്ചയുടെയോ മാതൃത്വമല്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇത് എന്റെ സബ്ജക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങണത്. എന്നാൽ ഇതെന്റെ സബ്ജക്റ്റ് ആണ് താനും. ഈ കാര്യം എനിക്ക് നല്ലവണ്ണം അനുഭവമുണ്ട്, നല്ലവണ്ണം ആരാധിച്ചിട്ടുണ്ട് ഈ ഭാവത്തിൽ. പക്ഷെ ഇത് പറഞ്ഞ് ശീലമില്ല. തൃശ്ശൂർ ഒരു വീട്ടില് ഒരു പൂച്ച പ്രസവിച്ചു. നമ്മള് മഹാമായ എന്ന് പറയുമ്പോ അങ്ങനെയൊക്കെ കാണണം, എന്നാലേ മനസ്സിലാവും. ഒരു പൂച്ച പ്രസവിച്ചിട്ട് ആ പൂച്ച അടുത്തൊരു കിണറ്റിൽ വീണു മരിച്ചു. പൂച്ചക്കുട്ടികൾ പ്രസവിച്ച് ഒരു ദിവസമേ ആയിട്ടുള്ളൂ. ഇതിന് ആ വീട്ടുകാർ വിഷമിച്ചിരിക്കുകയാണ്. ഇതിന് ആര് പാല് കൊടുക്കും, എങ്ങനെ വളർത്തും? അവർക്കോ ഈ പൂച്ചക്കുട്ടികളോട് വലിയ പ്രിയം. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ആശ്ചര്യം, മറ്റൊരു പൂച്ച ആ പൂച്ചയ്ക്ക് ഈ കുഞ്ഞുങ്ങൾ തന്റെ ആണെന്നൊരു ഭാവം ഉണ്ടാവുകയും ആ കുഞ്ഞിന് സിയോഡോ പ്രഗ്നൻസി എന്നിവർ പറയുകയാണ്, പേര് പറഞ്ഞു അത്ര ഡോക്ടർമാര്. അതിന് പാല് ഉണ്ടാവുക ഈ പൂച്ചക്കുട്ടികളെ കണ്ടിട്ട്. എന്നിട്ട് ഈ പൂച്ചക്കുട്ടിക്ക് പാല് കൊടുക്കുകയും ഞാൻ കാണുകയും ചെയ്തു. അത് ആരെ അടുത്തു പോകാൻ സമ്മതിക്കില്ല. ആ തള്ളപ്പൂച്ച ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇത്ര സ്നേഹത്തോടുകൂടെ വളർത്തുപോകുമെന്ന് അറിയില്ല. ഈ പൂച്ചക്കുട്ടികളെ സംരക്ഷിച്ച് വളർത്തുകയും, അപ്പോഴാണ് ഞാൻ ആദ്യമായി ഈ വിശ്വമാതൃത്വത്തിനെ കണ്ടത് അവിടെ. അത് ആ പൂച്ചയുടെ മാതൃത്വമല്ല, അതൊരു സ്ത്രീയുടെയോ ഒരു മൃഗത്തിന്റെയോ സ്വന്തമല്ല. യൂണിവേഴ്സൽ മദർഹുഡ് ഇസ് മാനിഫെസ്റ്റിംഗ് ത്രൂ സം നെയിം ആൻഡ് ഫോം. അതിന് പ്രിയമെന്നോ കാരുണ്യമെന്നോ എന്തോ അതാണ് പറയണത്. ഈശ്വരൻ എന്നുള്ള തത്വത്തിന് തന്നെ മൂലം സൃഷ്ടിയുടെ സെന്റർ, സോഴ്സ് തന്നെ കാരുണ്യമാണെന്നുള്ളതാണ്. ആ കാരുണ്യമാണ് ഒരു നമ്മളൊക്കെ നമ്മളുടെ മുമ്പ് ചുറ്റും മിസ്റ്ററീസാണ്. പക്ഷെ നമ്മൾ നോക്കാത്തത് കൊണ്ട് അതൊന്നും അറിയണില്ല. നമ്മളുടെ അമ്മ ആശ്ചര്യമാണ്, അച്ഛൻ ആശ്ചര്യമാണ്, ബന്ധുക്കൾ ആശ്ചര്യമാണ്, നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന അനുഗ്രഹമൊക്കെ ആശ്ചര്യമാണ്. ഇവിടെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ആ വിശ്വമാതൃത്വം ഇതിന് പുറകിൽ നിൽക്കുന്നത് കാണാം. ആ വിശ്വമാതൃ ഹൃദയം, മാതൃത്വം എന്ന് പറയുന്നത് സ്ത്രീലിംഗത്തിലൊക്കെ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ഈശ്വരത്വം തന്നെയാണത്. അത് സ്ത്രീയാവോ പുരുഷനോ അല്ലാതെ അത് ഈശ്വരന്റെ കാരുണ്യശക്തിയാണ്. അതിനെ ആശ്രയിച്ചും കൊണ്ടല്ലാതെ ശരീരത്തിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല ലോകത്തില്. അപ്പൊ ലോകത്തില് നമ്മളൊക്കെ ലൗകികന്മാരായി, ഗൃഹസ്ഥന്മാരായി, കുടുംബസ്ഥന്മാരായി ജീവിക്കുമ്പോ ആ മായയെ അംഗീകരിക്കുകയും അതിലും വിദ്യാശക്തിയെ അംഗീകരിക്കുകയും ഗർഭത്തിലിരിക്കുമ്പോൾ നമ്മളെ സംരക്ഷിച്ചതായിട്ടുള്ള ആ യോഗക്ഷേമ ശക്തിയെ അംഗീകരിക്കുകയും, അപ്പോഴൊന്നും ആരും അമ്മയൊന്നും പാൽക്കുപ്പിയൊന്നും വിഴുങ്ങിയില്ലല്ലോ, പുറത്തു വന്നിട്ടല്ലേ വല്ലതും കൊടുക്കണത് അല്ലേ? നാരായണ ഗുരുസ്വാമിയുടെ ഒരു കൃതിയുണ്ട്, പിണ്ടനന്ദി എന്ന് പറഞ്ഞിട്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ഗർഭത്തിൽ വെച്ച് ഈ ബീജത്തിനെ വളർത്തിയ കൃപാലുവല്ലി. ആ ഗർഭത്തിൽ വെച്ച് ആ ബീജത്തിനെ വളർത്തിക്കൊണ്ടുവരുന്നതും ഒക്കെ ചെയ്തത് ഇന്നാണ് നമുക്ക് വളരെ പേടി. എത്രയോ മൃഗങ്ങളൊക്കെ ആസ്പത്രിയൊന്നും ഇല്ലാതെ പ്രസവിക്കുകയും ഗർഭത്തിൽ വളർന്നു വരികയും ഒക്കെ ചെയ്യണില്ലേ ആ ബീജം? അതിനെ ആരവിടെ വളർത്തിക്കൊണ്ടുവന്നു? അവിടെ ഈ ജീവൻ എന്ത് പരിശ്രമിച്ചു? ആ ശക്തി പുറത്തു വന്നതോടുകൂടെ അപ്രത്യക്ഷമായോ?
ഈ ശക്തിയെ നല്ലവണ്ണം അറിഞ്ഞാൽ നമ്മളുടെ സെക്യൂരിറ്റി, ഭയം ഇതൊക്കെ പോയി പോകും. ആ ശക്തിയിൽ നിന്ന് നമ്മൾ അകലും തോറും, അഹങ്കാരത്തിന്റെ കൂട്ടുപിടിക്കും തോറും നമ്മൾക്ക് നാളെ എന്ത് ചെയ്യും, നമ്മളെ ആര് നോക്കും, നമ്മളെ ആര് രക്ഷിക്കും, പല വിധത്തിലുള്ള പേടിയാടും. നാട്ടിൻപുറത്ത് ബാങ്ക് ഡെപ്പോസിറ്റോ ഒന്നുമില്ലാതെ സുഖമായി ജീവിക്കുന്ന ആളുകളുണ്ട്. ഒരാൾ എന്നോട് ചോദിച്ചു, ഇവിടുന്ന് കുറച്ച് അകന്നു പോയപ്പോ ഒരിടത്ത് ഒരു പട്ടണത്തിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ എന്നോട് ചോദിച്ചു, എനിക്ക് വല്ലാത്ത സെക്യൂരിറ്റി ഫിയർ. ഇപ്പൊ എനിക്ക് 60,000 രൂപയെ ശമ്പളമുള്ളൂ. ഞാൻ വെളിയിൽ പോയി എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഇനിയും ധാരാളം ശമ്പളം കിട്ടും. ഈ 60,000 രൂപ ശമ്പളം വെച്ചുകൊണ്ട് നാളെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. സെക്യൂരിറ്റി ഫിയർ. ഇതിന് സ്വാമി എന്താ വഴിയും ചോദിച്ചു. ഞാൻ എന്താ പറയാ പറഞ്ഞു, നല്ല ചൂരില് കൊട്ടെണ്ണയിൽ മുക്കിയിട്ട് ബെഞ്ചിലിരിക്കുന്ന പൃഷ്ഠത്തിൽ അടിക്കുക, അല്ലാതെ വഴിയില്ല. നാട്ടിൻപുറത്ത് അരക്കാശില്ലാതെ ആളുകൾ സുഖമായിട്ടിരിക്കണു. ഇതൊക്കെ നമ്മൾക്ക് എന്താ, ഇതൊന്നും അല്ലാതെയാണ് നമ്മൾ നേരെ ചൊവ്വേ കയ്യും കാലുമുള്ള ആൾക്ക് 2 ക്രച്ച് വെച്ച് കൊടുത്ത് കുറച്ചു കാലം നടക്കാൻ പറഞ്ഞിട്ട് പിന്നെ അയാൾക്ക് തോന്നുകയാണ് ഇതില്ലാതെ ഞാൻ എങ്ങനെ നടക്കും എന്നാണ്. അയാൾ അല്ലെങ്കിലും നടക്കും. പക്ഷെ ഇത് സാധനം ആരോ പറയാണ്, ഇത് വെച്ചുകൊണ്ട് നടന്നാൽ പോണ പോക്ക് കണ്ട അങ്ങനെയൊക്കെ ആവും. ആരെങ്കിലും അതൊക്കെ കണ്ടു അത് ബിസിനസ് ആക്കാൻ വേണ്ടിയിട്ട് പറയും, നിങ്ങൾക്ക് നാളെ മുട്ടുവേദന ഇടുപ്പ് വേദന ഒന്നും വരാതിരിക്കണമെങ്കിൽ ഒരു 10 വയസ്സ് മുതൽ കുട്ടികൾക്ക് ഇത് വെച്ചു കൊടുക്കണം എന്ന് പറയും. അത് കഴിഞ്ഞ് നമ്മൾ 10 വയസ്സ് മുതൽ അതും പിടിച്ച് നടക്കാൻ തുടങ്ങും. ചെയ്താലും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ ക്രച്ചില്ലാതെ നടന്നാൽ അയാളെ ഒരു എക്സിബിഷനിൽ പ്രദർശിപ്പിക്കും എല്ലാവരുടെ മുമ്പിൽ. അസാമാന്യ സിദ്ധികളുള്ള മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുക. അതുമാതിരിയാണിപ്പോ നമ്മൾക്ക് ഈ ഡെപ്പോസിറ്റും പണവും കാര്യങ്ങളും ഒന്നുമല്ല നമ്മളെ രക്ഷിക്കണത്. നമ്മളുടെ സാമർത്ഥ്യം കൊണ്ട് നമുക്ക് ഇതുവരെ ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല. ഭ്രമം മാത്രമാണ്. മുക്തിയും അങ്ങനെ തന്നെ. ഈ ബന്ധത്തിൽ കിടക്കുമ്പോ ലോകസൗഖ്യവും അങ്ങനെ തന്നെ. അഭ്യുദയ നിശ്രേയസ ഹേതു ധർമ്മ എന്നാണ്. അഭ്യുദയം എന്ന് വെച്ചാൽ ലോകക്ഷേമം. ലോകത്തിലുള്ള സുഖത്തിലും നമ്മൾക്ക് കാര്യമായി ഇത്രയധികം സയന്റിഫിക് പ്രോഗ്രസ് ഉണ്ടായിട്ടും ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ഒരു പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇതൊക്കെ നമ്മൾ കാണണം. ഒന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. വ്യാധി വരാതാക്കാൻ സാധിച്ചിട്ടില്ല. വാർദ്ധക്യം ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല. മരണത്തിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇങ്ങനെയൊക്കെ ബേസിക് പ്രോബ്ലംസ് അതേപോലെ നിൽക്കണു. കാമം, ക്രോധം, ദ്വേഷം. ഒരു ചെറിയ കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് നാളെ നല്ല സ്വഭാവത്തോടുകൂടെ വളരാൻ ഒരു ഇഞ്ചക്ഷൻ വെച്ചുവിടാൻ നമുക്ക് പറ്റില്ല. അതൊന്നും നമ്മളുടെ കയ്യിലില്ല. നമ്മൾ വളരെ സിവിലൈസ്ഡ് ആണെന്നും 5000 വർഷം മുമ്പ് മനുഷ്യൻ എന്താ പറയാ, പാഷാണ യുഗമോ എന്താ പറയാ, അത് 10,000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ നടന്നു നോക്കൂ. അന്നത്തെ കാലത്തുനിന്ന് മുന്നോട്ട് വന്നു എന്നൊക്കെ പറയുന്നുവെങ്കിൽ അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു അതേ പ്രോബ്ലംസ് ഒക്കെ ഇന്നുമുണ്ട്. എല്ലാ പ്രശ്നങ്ങളും ഇന്നുണ്ട്. ഇതിന്റെയൊക്കെ നടുവിൽ നിന്നുകൊണ്ടാണ്, ഇതിനാണ് മായ എന്ന് പേര്. ഇതിന്റെ നടുവിൽ നമ്മൾ ഒരു ഭ്രമം മാത്രം, നമുക്കൊരു ഭ്രമം മാത്രമുണ്ട്. നമുക്കിവിടെ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും, നമ്മളെ കൊണ്ട് സാധിക്കും, നമ്മളാണ് അതൊക്കെ ചെയ്യണത് എന്നുള്ളൊരു ഭ്രമം. ഈ ഭ്രമത്തിനാണ് അവിദ്യ എന്ന് പറയുന്നത്. ഈ അവിദ്യ നീക്കിയാൽ കാണാം പ്രപഞ്ചം മുഴുവൻ ഒരു മഹാശക്തി നടത്തിക്കൊണ്ടിരിക്കണം. ആ ശക്തിയുടെ കയ്യിൽ നമ്മൾ യന്ത്രം മാത്രമാണ്. ആ ശക്തിയെ ആരാധിക്കാനുള്ള വഴി പൂജകളോ പാട്ടുപാടലോ ഒക്കെ ചെയ്യാം. അതൊക്കെ നമ്മളുടെ പ്രിയത്തിനെ കാണിക്കാനാണ്. പക്ഷെ അതൊന്നും പോരാ. ആ ശക്തിയുടെ സ്വഭാവത്തിനെ ശരിക്കും അറിയണം. അവൾ എന്താണെന്ന് അറിയണം. ആ ശക്തിയെ തന്നെയാണ് ഈശ്വരൻ എന്നും പറയണത്. ആ ശക്തിയുടെ കയ്യിൽ നമ്മൾ യന്ത്രമാണെന്ന് അറിയുമ്പോഴേ നമുക്ക് മുക്തി സാധ്യമാവുള്ളൂ. എന്നുവെച്ചാൽ തികച്ചും നമ്മൾ ആ ശക്തിയുടെ കയ്യിൽ യന്ത്രമാണെന്നും ബന്ധത്തിൽ കിടക്കുന്നവരാണെന്നും അംഗീകരിച്ചു കഴിയുമ്പോ നമ്മൾ മുക്തരാവും. അതാണ് ഭക്തിയുടെ ഒരു വൈചിത്ര്യം. നമ്മൾ തികച്ചും അടിമകളാണെന്ന് അറിഞ്ഞാലേ നമുക്ക് മുക്തി സാധ്യമാവുള്ളൂ.
അപ്പൊ നമ്മള് പ്രകൃതിയിൽ നിന്ന് അകന്നു പോകും. നേരെ മറിച്ച് ഈ അടിമപ്പണിയുടെ ഉള്ളിലിരുന്നു കൊണ്ട് മുക്തനാവാൻ ശ്രമിച്ചാൽ നമ്മൾ കൂടുതൽ കൂടുതൽ പെട്ടുപോകും. ശരീരത്തിൽ നമ്മളെ കൊണ്ട് പൂർണ്ണമാവാൻ സാധ്യമല്ല. എല്ലാ അറിവും ശേഖരിക്കാൻ സാധ്യമല്ല. വിശപ്പ്, ദാഹം, വ്യാധി, മരണം ഇതൊക്കെ നമ്മളുടെ മുമ്പിലുണ്ട്. ഇതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഇതിനു പുറകിലൊരു മഹാശക്തിയുണ്ട്. ആ ശക്തിക്ക് ശരണാഗതി ചെയ്യലല്ലാതെ നമുക്ക് വേറെ ഒരു വഴിയുമില്ല. ആ ശക്തി നമുക്ക് കൃപ ചെയ്താലേ നമ്മൾ പുറത്തു വരാൻ പറ്റുള്ളൂ. എന്ന് അറിഞ്ഞ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ശക്തിക്ക് സറണ്ടർ ചെയ്യാം. നമ്മുടെ ഭഗവാൻ പറയും, ട്രെയിനിൽ പോണ ആള് സൂട്ട് കേസ് തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ് പരിപാടി. ഇപ്പോ അല്ല, AC കമ്പാർട്ട്മെന്റില്, ഒഴിഞ്ഞ കമ്പാർട്ട്മെന്റിൽ തലയിൽ പെട്ടിയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചവിട്ടിലിറക്കി വെച്ചുകൂടെ എന്ന് വെച്ചാൽ ട്രെയിന് ചുമക്കും, ഞാനും ഇത്തിരി ചുമന്നോളാം. തലയിൽ വെച്ചാലും ചവിട്ടിൽ വെച്ചാലും ട്രെയിനാണ് ചുമക്കാൻ പോണത്. അതുപോലെ നമ്മളുടെ സകല പ്രവൃത്തികളും ഒരു ശക്തിയാണ് നടത്തുന്നത്. നമ്മളുടെ ബുദ്ധിയായിട്ട് പ്രവർത്തിക്കുന്നതും ആ ശക്തിയാണ്, വിശപ്പായിട്ട് പ്രവർത്തിക്കുന്നതും ആ ശക്തിയാണ്, ഉറക്കമായിട്ട് പ്രവർത്തിക്കുന്നതും ആ ശക്തിയാണ്. ഈ പ്രകൃതിയുടെ മണ്ഡലത്തിൽ അപരാപ്രകൃതിയിൽ നമ്മൾ സ്വതന്ത്രരേ അല്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞ് നമ്മൾ പതുക്കെ വിഷമിക്കുമ്പോ ഒരേ ഒരു ദ്വാരമേ ഉള്ളൂ പുറത്തു കിടക്കാൻ. അത്യധികം വിഷമുണ്ടാവുമ്പോ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ ആ ശക്തിയെ തന്നെ ശരണാഗതി ചെയ്യുമ്പോ ആ ശക്തി എന്ത് ചെയ്യുന്നു വെച്ചാൽ അനുഗ്രഹ ശക്തിയായിട്ട് മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അതാണ് ലളിതാ സഹസ്രനാമത്തിൽ ഗുരുമണ്ഡല രൂപിണ്യേ നമഃ എന്നൊരു നാമം. അന്തര്യാമി ഏതെങ്കിലും വ്യക്തിയിലൂടെ പ്രവർത്തിച്ചിട്ട് ആ ജീവന് ഒരു തത്വം ഉപദേശിക്കും. എന്താ? മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും ജനനമറ്റിയിടുമെന്നവന് നാരായണായ നമഃ. എന്താ ഉപദേശം എന്ന് വെച്ചാൽ നീ ഒരു വ്യക്തിയല്ല എന്ന് ഉപദേശിക്കും. ആ ഉപദേശം തികച്ചും പക്വമായ അവസ്ഥയിൽ പഞ്ഞിയുടെ കൂമ്പാരത്തിന്റെ മേലെ വീണ തീ പോലെയാണ്. അഥവാ ഇരുട്ടിനെ മാറ്റുന്ന സൂര്യവെളിച്ചം പോലെയാണ്. നീ ഒരു വ്യക്തിയല്ല, അഖണ്ഡമായ തത്വമാണ്. അഖണ്ഡമായ തത്വമാണെന്ന് പറയൊന്നും വേണ്ട. നീ ഒരു വ്യക്തിയല്ല. ഈ വ്യക്തിത്വം എന്താണ്? എനിക്ക് വിഷമുണ്ട്, ദുഃഖമുണ്ട് എന്നൊക്കെ പറയുമ്പോ ഈ ദുഃഖിക്കണവൻ ആരാണ് എന്ന് ശ്രദ്ധിക്കുമ്പോ അപരാപ്രകൃതിയിലുള്ള അഹങ്കാരം എന്നുള്ള ഒരേ ഒരു എലമെന്റ് മാത്രം അവിടുന്ന് പറഞ്ഞാൽ മതി. അപരാപ്രകൃതി തന്നെ പറയും. എനിക്ക് വിഷമുണ്ട്, എനിക്ക് ദുഃഖമുണ്ട്, ഞാൻ വിഷമിക്കണു എന്നൊക്കെ പറയുമ്പോ ഈ ഞാൻ എന്താണ്? ഞാൻ എന്ന് പറയുന്ന ഈ മൂലാവിദ്യയെ അന്വേഷിക്കുമ്പോ ഞാൻ എന്നുള്ള ഈ വ്യക്തിത്വം കേവലം ഒരു സ്പന്ദനം മാത്രമാണെന്നും ആ സ്പന്ദനത്തിൽ നിന്നാണ് മനസ്സും ബുദ്ധിയും ശരീരവും ഒക്കെ പൊന്തണതെന്നും നാദം ബിന്ദു കല എന്ന് പറയും. അതിൽ ബിന്ദു എന്നുള്ള സ്ഥാനമാണ് ഈ ഞാൻ എന്നുള്ള അനുഭവം. ശാക്തത്തില് ബിന്ദുസ്ഥാനം, ബൈന്ദവസ്ഥാനം എന്ന് പറയുന്നത് ഈ ഞാൻ എന്നുള്ള വ്യക്തി കേന്ദ്രമാണ്. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ മഹാമായയുടെ മൂലത്തിനെ കാണുന്നത്. ഇതിന് തന്നെ വേദാന്തത്തിൽ ചിജ്ജടഗ്രന്ഥി എന്നും പറയും. ജഡത്തിനെയും ചിത്തിനെയും കൂടെ കൂട്ടിക്കെട്ടണ ഗ്രന്ഥി. അതാണ് നമ്മളൊക്കെ ഞാൻ 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 എന്ന് പറയണത്. ഈ ഞാൻ ഞാൻ എന്ന് പറയുന്നിടത്തോളം മായയുടെ പിടിയുടെ ഉള്ളിലുമാണ്. ആ ഞാൻ അഹങ്കാരരൂപിണിയാണ്. ആ അഹങ്കാരത്തിനെ ബിന്ദു, ബൈന്ദവസ്ഥാനം എന്ന് പറയും. അതിൽ നിന്നുമാണ് ശബ്ദം ഉദിക്കണത്, നാദം. അതിൽ നിന്നുമാണ് വെളിച്ചം ഉദിക്കണത്. എനർജിയുടെ മുഴുവൻ മൂലസ്രോതസ്, മൂല സോഴ്സാണ് ഞാൻ എന്നുള്ള ഈ സ്പന്ദനം. ഊർജം, ഊർജം, ശബ്ദം, വെളിച്ചം, നാദം, ബിന്ദു, കല. ആ ഊർജത്തിന്റെ മുഴുവൻ മൂലം. അതുകൊണ്ട് തന്നെ ഈ ആത്മവിചാരം എന്ന് പറയുന്നത് ഒരു ഇന്റലക്ച്വൽ എക്സസൈസ് അല്ല. ഞാൻ എന്നുള്ള വ്യക്തിത്വം
സൃഷ്ടിയുടെ മുഴുവൻ സെന്ററാണ്. നമ്മളുടെ സംസാരം അഥവാ നമ്മളുടെ ജീവിതം എന്നുള്ളതിന് മുഴുവൻ സെന്ററാണ്. അതിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഇപ്പോ ഇവിടെ തന്നെ സത്സംഗത്തിലിരിക്കുമ്പോ തന്നെ നമ്മൾക്ക് വേണ്ടതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എണീറ്റ് പോകും. ലോകത്തിൽ എവിടെയും നമ്മളുമായി സംബന്ധപ്പെടുന്ന വസ്തുക്കളാണ് നമ്മളെ ബാധിക്കുന്നത്. ഒരു ക്രിക്കറ്റ് മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ എന്റെ എന്ന് കരുതുന്ന പക്ഷം ജയിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷവും, എന്റേതല്ലാത്തത് തോൽക്കുമ്പോ എനിക്ക് വിഷമം ഉണ്ടാവുന്നതൊക്കെ ഈ ചിജ്ജട ഗ്രന്ഥിയുടെ പ്രവർത്തനമാണ്. ചുരുക്കത്തിൽ ജീവിതം മുഴുവൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഞാൻ എന്നുള്ള സെന്ററിൽ നിന്നുകൊണ്ട് നമ്മള് ദൃശ്യത്തിലുള്ള ഇന്ററാക്ഷനാണ്. ഈ ഞാനിനെ അതുകൊണ്ട് ബിന്ദു എന്ന് പറഞ്ഞു. ഇതാണ് ബൈന്ദവസ്ഥാനം, സെന്റർ പോയിന്റ്, ശക്തിയുടെ മുഴുവൻ മൂലകേന്ദ്രം, ആദ്യ സ്പന്ദനം. ആ ആദ്യ സ്പന്ദനത്തിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ആ ആദ്യ സ്പന്ദനം ഒരു മൂലത്തിലേക്ക് വീണ്ടും നമ്മളെ പതുക്കെ കൊണ്ടുപോകും. ചിത്ശക്തി എന്ന് പറഞ്ഞുവല്ലോ, ആ ചിത്ശക്തി എവിടെ ഉദിച്ചുവോ അവിടെ അടങ്ങും. അവിടെ ശക്തി ശിവനിൽ ഇല്ലാതാവുകയും ചെയ്യും. ശക്തിയെ നമുക്ക് പൂർണ്ണമായി അറിയാൻ കഴിയില്ല, പക്ഷേ ശക്തിയെ ശിവനിൽ ഇല്ലാതാക്കാൻ കഴിയും. ശിവത്തിനെ അറിഞ്ഞാൽ, ശിവത്തിനെ കാണാൻ, ശക്തിയുടെ മൂലത്തിനെ അന്വേഷിച്ചാൽ അവിടെ ശിവമേ ഉള്ളൂ, ശക്തിയില്ല. സകല വിഷമങ്ങൾക്കും ദുഃഖത്തിനുള്ള പരിഹാരം ഈ വിഷമിക്കുന്നവൻ, ദുഃഖിക്കുന്നവനെ അന്വേഷിക്കലാണ്. നമ്മൾക്ക് മായയുടെ ഉള്ളിൽ കിടന്ന് വിഷമിച്ചു കഴിയുമ്പോഴും അവസാനം ആ മഹാമായ നമുക്ക് കാണിച്ചു തരുന്ന ബ്രാഹ്മി അഥവാ ബ്രഹ്മവിദ്യ, ഈ ബ്രഹ്മവിദ്യയാണ് റിട്ടേൺ ടു ദ പെവിലിയൻ, വന്ന വഴിക്ക് പോ. രമണ മഹർഷിയുടെ ഒരു മഹാവാക്യമാണ്. ഒരാള് മഹർഷിയോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ആന്ധ്രാപ്രദേശിൽ നിന്ന് വരികയാണ്, എന്റെ ഗുരു പറഞ്ഞു തിരുവണ്ണാമലയിൽ പോയി അങ്ങയുടെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് തപസ് ചെയ്യാൻ ഒരു സ്ഥലം കാണിച്ചു തരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് വന്നതാണ്, ഞാൻ എവിടെയാ തപസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. മഹർഷി ആദ്യമൊന്നും മിണ്ടിയില്ല. ഇയാൾ പിന്നെയും ചോദിച്ചപ്പോ രമണ ഭഗവാൻ പറഞ്ഞു, തപസ് പണണമാ, വന്ന വഴിയേ പോ എന്ന് പറഞ്ഞ് രമണ ഭഗവാൻ നടക്കാൻ പോയി. ഇയാൾ വളരെ വിഷമത്തില്, അവിടെ ഇരിക്കണവർക്കൊക്കെ മനസ്സിലായി. കാരണം മഹർഷിയുടെ ഉപദേശം എപ്പോഴും ആ സെന്റർ ആയതുകൊണ്ട് അവർക്കൊക്കെ പിടികിട്ടി. ഇദ്ദേഹം ചോദിച്ചു, എന്താ മഹർഷി പറഞ്ഞത്? അപ്പൊ അടുത്തിരിക്കുന്ന ഒരു ആള് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ എന്താ ചോദിച്ചത്? ഞാൻ എവിടെ പോയി തപസ് ചെയ്യണം എന്നാണോ ചോദിച്ചത്? തപസ് എന്ന് പറയുന്നത് കാട്ടിലോ ഗുഹയിലോ പോയി ഇരിക്കലോ വേഷം മാറ്റലോ ഒന്നുമല്ല. ഈ ഞാൻ എവിടെ നിന്ന് വന്നുവോ ആ വന്ന വഴിക്ക് അന്വേഷിച്ച് മൂലത്തിൽ അടങ്ങുന്നതാണ് തപസ്. ആ മൂലത്തിൽ അടങ്ങുമ്പോ തപസ് ഉണ്ടാവും. തപസ് നമ്മളുടെ അല്ല. ആചാര്യസ്വാമികൾ തപശ്ശാസ്മി തപസ്വിഷു എന്ന ഭഗവത്ഗീതയിലെ ശ്ലോകത്തിന് വ്യാഖ്യാനിക്കുമ്പോ ഭാഷ്യത്തിൽ പറയണത്, തപസ് ഉണ്ട്, ആ തപസ്സിനെ തപസ്വികൾ കണ്ടെത്തുകയാണ്. തപസ് നമ്മളുടെ ഉള്ളിലുണ്ട്, ആ തപസ്സിൽ നമ്മളെ ഇല്ലാതാക്കുകയാണ്. ചുരുക്കത്തിൽ ശുദ്ധമായ ചിത്തിന്റെ സ്രോതസ്, ധാര, അതിനാണ് തപസ് എന്ന് പേര്. ആ സ്രോതസ്സിനെ അകമേ കണ്ടെത്തുന്നവനാണ് തപസ്വി. അല്ലാതെ ജഡശക്തിയായ മനസ്സിന്റെ വിൽ പവർ വെച്ചുകൊണ്ട് ചെയ്യുന്ന തപസ്സൊക്കെ സിദ്ധികൾ ഉണ്ടാക്കുകയും അയാളെ ലോകത്തിൽ വലിയ ആളാക്കുകയും ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ഉത്തമമായ തപസ് ഈ ജീവന് മുക്തിപഥത്തിലേക്കുള്ള വഴി കാണിക്കുകയും സ്വതന്ത്രനാക്കുകയും ലോകമംഗളത്തിന് പ്രയോജനപ്പെടണമെങ്കിൽ ഈ ജീവൻ തന്നെ ഇല്ലാതാക്കി തന്റെ യഥാർത്ഥ സ്രോതസ്സിൽ തന്നെ ഇല്ലാതാക്കണം. ഉള്ളില് ഒരു സ്രോതസ്സുണ്ട്. ഞാനെന്നുള്ള വ്യക്തിത്വത്തിനെ അന്വേഷിച്ചാലേ അത് കണ്ടെത്താൻ പറ്റുള്ളൂ. ഈ ബൈന്ദവസ്ഥാനത്തിലേക്ക് ചെല്ലണം. അപ്പോഴേ ശക്തിയുടെ തപോരൂപത്തിനെ നമ്മൾ അകമയ്ക്ക് കാണുകയുള്ളൂ. തപസ് ചെയ്തിട്ടാണ് അംബിക ദേവി തന്നെ ശിവനെ പ്രാപിച്ചത്. തപോരൂപമായ അംബിക, തപോരൂപത്തിൽ അവൾക്ക് അപർണ എന്നാണ് പേര്.
അപർണ എന്നുള്ളതിന് ഒരർത്ഥം പർണം, ഇല പോലും ഭക്ഷിക്കാതെ ദേവി തപസ് ചെയ്തു എന്നാണ്. അപ്പോഴാണത്രേ അപർണ എന്ന പേര് വന്നത്. മറ്റൊരർത്ഥം ഋണം മുഴുവൻ ഇല്ലാതാക്കി തീർത്തവൾ. അതായത് ചുരുക്കത്തിൽ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ കടം കൊടുക്കാനുണ്ടെങ്കിൽ ഈ ശക്തി ഉള്ളിൽ ആവിർഭവിക്കില്ല. ശരീരത്തിന്റെ മണ്ഡലത്തിലും മനോമണ്ഡലത്തിലും ലോകത്തിലുള്ള ഋണം മുഴുവൻ തീർന്നു കഴിയുമ്പോൾ മനസ്സ് അന്തർമുഖമാവുകയും അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. മനസ്സ് അന്തർമുഖമാവുമ്പോ ഈ ശക്തിയെ, ബ്രാഹ്മി ശക്തിയെ, ശാരദാശക്തിയെ, ചിത്ശക്തിയെ നമ്മൾ നമ്മളുടെ അകമേ കാണുകയും ആ ശക്തിയുടെ കൃപ കൊണ്ട് ജീവൻ പൂർണ്ണതത്വത്തിനെ, പൂർണാഹന്തയെ അകമേ കാണും. പൂർണാഹന്ത കബളിതം വിശ്വം എന്നാണ്. ആ പൂർണാഹന്ത വിശ്വത്തിനെ തന്നെ കബളനം ചെയ്യുകയും നിശ്ചലമായ അധിഷ്ഠാനം അകമേക്ക് പ്രകാശിക്കുകയും നിർവികൽപമായ തത്വജ്ഞാനം ഉള്ളിൽ ഉദിക്കുകയും ചെയ്യും. അതിന് തിരിച്ചു പോണം. ഈ സത്യത്തിനെ അകമയ്ക്ക് അന്തർമുഖമായി വേണം അന്വേഷിച്ച് കണ്ടെത്താൻ. ബഹിർമുഖമായി അന്വേഷിച്ച് അന്തർമുഖമായി ആരാഞ്ഞ് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ മായയാം വൻ പകഭ്രമമേകിടുന്നു. നാരായണ ഗുരുസ്വാമിയോടടുത്ത് പറയുന്നു, അന്തർമുഖമായി ആരായാതെ പുറമേക്ക് അന്വേഷിച്ച് ഈ ശക്തിയുടെ മൂലം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ സയൻസ് ചെയ്യണത് അതാണേ. അപ്പോ വൻ പക എന്നാണ്. മായ പകയാണ് അത്ര മായ. അത് നമ്മളെ വല്ലാതെ ഇട്ട് കുഴക്കും. മൂലത്തിലേക്ക് ചെല്ലും തോറും നിർവൃത്തിയും ശാന്തിയും പൂർണ്ണതയും നമുക്ക് തരും. അങ്ങനെയുള്ള മുക്തിസ്വരൂപിണിയായ ശക്തി, ബ്രഹ്മവിദ്യാസ്വരൂപിണിയായ ശക്തിയാണ് ഈ നവരാത്രി കാലത്ത് ആരാധ്യയായിട്ടുള്ളവൾ. അവളെ ആരാധിച്ചാലേ നമ്മൾ സ്വതന്ത്രരാവുള്ളൂ. അവളെ ഈശ്വരരൂപമായിട്ട് ആരാധിക്കാം. ഏത് ഈശ്വരരൂപത്തിൽ ആരാധിച്ചാലും ദേവിയുടെ ആരാധന തന്നെയാണ്. അവളെ ഏത് പേരിൽ ആരാധിച്ചാലും വേണ്ടില്ല. അവളെ ആരാധിക്കണം, അവൾക്ക് ശരണാഗതി ചെയ്യണം. ഈ പ്രകൃതി മുഴുവൻ അവളുടെ സ്വരൂപമാണ്. നമ്മൾ കണ്ണു ഇരുന്നാലും കണ്ണടച്ചിരുന്നാലും ശക്തിയുടെ മണ്ഡലത്തിന്റെ ഉള്ളിലാണ്. ഇത് മുഴുവൻ ആ ശക്തിയാണ്. ഈ ശക്തിയാവട്ടെ ശുദ്ധമായ നിശ്ചലമായ വസ്തുവിൽ നിന്നും ഉദിച്ചു പൊന്തിയതാണ്. സമുദ്രത്തിൽ അലയും കുമളയും ഒക്കെ വെള്ളമാണ് എന്നറിയണ പോലെ ചൈതന്യത്തിൽ നിന്നും ഉദിച്ച് ശക്തി ചൈതന്യം തന്നെയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ കണ്ണു തുറന്നിരുന്നാലും നമുക്ക് ധ്യാനം തന്നെയാണ്, സമാധി തന്നെയാണ്. കണ്ണടക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്ത്വം വ്യോമത്വം മരുദസി മരുത്സാരഥിരസി ത്വമാപഹ ത്വം ഭൂമി ത്വയി പരിണതായാം നഹി പരം ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വപുഷാ ചിദാനന്ദാകാരം ശിവയുവതി ഭാവേന ബിഭർഷേ എന്നാണ് സൗന്ദര്യലഹരി. മനസ്ത്വം, നിശ്ചലമായ ശിവനിൽ നിന്നും അംബിക ദേവി ആദ്യം ആവിർഭവിക്കുന്നത് മനസ്സിന്റെ രൂപത്തിലാണ്. പിന്നെ ടൈം സ്പേസ്, മനസ്സ് അടുത്ത സ്റ്റെപ്പായിട്ട് വിരിയണത് ആകാശമായിട്ടാണ്. പിന്നെ കാറ്റ്, പിന്നെ അഗ്നി. കാറ്റും ആകാശവും കൂടിയുള്ള ഫ്രിക്ഷനിൽ ഉണ്ടാവണ അഗ്നി. പിന്നെ അഗ്നിയും കാറ്റും കൂടിയുള്ള സമ്പർക്കത്തിൽ പതുക്കെ ജലം. ജലം ബാക്കിയുള്ള ഭൂതങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിൽ പൃഥ്വി. ഇങ്ങനെ പ്രപഞ്ചം മുഴുവനുമായി പരിണമിക്കുന്നത് ശുദ്ധമായ നിർഗുണമായ തത്വം തന്നെയാണ് പ്രപഞ്ചാകാരം പൂണ്ട് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും നേരം ഞാൻ പ്രസംഗിച്ച കാര്യങ്ങളൊക്കെ മറന്നു കളഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ ഈ കാണുന്ന പ്രപഞ്ചം മഹാമായയുടെ പ്രത്യക്ഷ സ്വരൂപമാണ്, ശക്തിയുടെ സ്വരൂപമാണ്. അവളാണ് നമ്മളുടെ ഉള്ളിലിരുന്ന് ശരീരത്തില് ഓരോ വികാരങ്ങളായിട്ടും ചിന്തകളായിട്ടും അഭിമാനവൃത്തിയായിട്ടൊക്കെ പ്രവർത്തിക്കണത്. അവളാണ് ഈശ്വരനായി ഹൃദയസ്ഥാനത്തിലിരുന്ന് നമ്മളെ നിയന്ത്രിക്കുന്നതും. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. ആ അന്തര്യാമിയായിട്ടുള്ള ആ ഈശ്വരന് അഥവാ
ശക്തിയുടെ ശുദ്ധസാത്വിക രൂപത്തിന് ശരണാഗതി ചെയ്താൽ പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. പരമമായ ശാന്തി നിർവൃത്തി ഉണ്ടാവും. ഇത് ആണ് അധ്യാത്മസാധനയുടെ അവസാന വാക്ക്. നമ്മള് ധ്യാനത്തിൽ ആത്മവിചാരം കൊണ്ട് അകമയ്ക്ക് അഹങ്കാരത്തിന് മൂലാന്വേഷണം ചെയ്ത് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ പ്രജ്ഞയെ, ബോധത്തിനെ അകമയ്ക്ക് തെളിച്ച് കണ്ടുകഴിഞ്ഞാലും വീണ്ടും ശരീരത്തിന്റെ മണ്ഡലത്തിൽ വരുമ്പോ നാമരൂപാത്മകമായ പ്രപഞ്ചം കാണപ്പെടും. ഇത് കാണപ്പെടുമ്പോ രണ്ട് സൊല്യൂഷനാണ് നമുക്കുള്ളത്. ഒന്ന്, സമ്പ്രദായ ശാസ്ത്രീയ വേദാന്തത്തിൽ പറയണത് മരുഭൂമിയിൽ കാണുന്ന വെള്ളം പോലെയാണ് എന്നറിഞ്ഞുകൊള്ളുക. അങ്ങനെയാവുമ്പോ അതിനെ ശ്രദ്ധിക്കാതിരിക്കാം. ആ വെള്ളം കുടിച്ച് ദാഹം തീരില്ല. അത് ഒരു വശം, മൃഗതൃഷ്ണിക. മറ്റൊരു വശം എന്താ? ഇത് ജഗദംബിക തന്നെയാണ്, ജഗദീശ്വരി തന്നെയാണ്. ആ ശിവനിൽ നിന്നും ഉദിക്കുന്ന ഈ നാമരൂപാത്മക പ്രപഞ്ചം ആ ശിവൻ തന്നെയാണ്, ശിവന്റെ തന്നെ മാതൃഭാവമാണ് എന്നറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എല്ലാത്തിനോടുള്ളൊരു പ്രിയമും എല്ലാവരുടെ ഹൃദയത്തിലിരിക്കുന്ന ആ ഈശ്വരനോടുള്ളൊരു ഭക്തിയും ഉണ്ടാവുകയും, അപ്പോഴാണ് നമുക്ക് ഭക്തി ഉണ്ടാവുന്നത്. അക്ഷരജ്ഞാനത്തിന് ശേഷമാണ് ഭക്തി. ഗീതയിൽ ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. ബ്രഹ്മഭൂതനായ ശേഷമാണ് പരാഭക്തിയെ പറയണത്. ഉള്ളിൽ തത്വം തെളിഞ്ഞു കഴിഞ്ഞ ശേഷം നാമരൂപാത്മക പ്രപഞ്ചത്തിൽ ശരീരം ധരിച്ചിരിക്കുമ്പോ പലതും കാണുമ്പോ ഇതൊക്കെ തന്നെ ആ അംബിക തന്നെയാണ് പല രൂപം ധരിച്ച് നമ്മളുടെ മുമ്പിൽ നിൽക്കണത്. നല്ല ആളുകളായിട്ടും ചീത്ത ആളുകളായിട്ടും എല്ലാം അവൾ തന്നെയാണ് വേഷം കെട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആരോടും രാഗം ഉണ്ടാവില്ല, ദ്വേഷവും ഉണ്ടാവില്ല. രാഗദ്വേഷം കൊണ്ടാണ് നമ്മൾ കുടുങ്ങണത്. നമ്മൾക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കർത്തൃത്വവും ഭോക്തൃത്വവും ഉണ്ടാവില്ല. ഈ നാലും പോയാൽ നിത്യനിരന്തര സമാധിയാണ്. കർത്തൃത്വ ഭോക്തൃത്വ രാഗദ്വേഷ രൂപം ജഗത്. ആചാര്യസ്വാമികൾ ഭാഷ്യത്തിലൊരിടത്ത് പറയാണ്, ജഗത്ത് എന്താണ്, സംസാരം എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ എന്നിൽ എനിക്ക് കർത്തൃത്വം, ഞാനാണ് എല്ലാം ചെയ്യണതെന്നുള്ള ഭാവം, അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് വരുന്ന സുഖദുഃഖങ്ങളെ ഞാൻ അനുഭവിക്കണു എന്നുള്ള ഭോക്തൃത്വം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളോട് രാഗമോ ദ്വേഷമോ, ഇത് നാലും എന്നിൽ നിന്ന് നീങ്ങിയാൽ, അത് എപ്പം നീങ്ങും? ഇത് മുഴുവൻ ഒരേ ശക്തിയുടെ ചലനമാണെന്ന് കാണുമ്പോ എന്നിൽ ഞാനെന്നുള്ളൊരു വ്യക്തിയേ ഇല്ല. പുറമേക്കുള്ള ഈ ഇന്ററാക്ഷനിൽ ഏർപ്പെടുന്നതും രാഗദ്വേഷത്തിന് ആസ്പദമല്ല, ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ് പല നാമരൂപങ്ങളിൽ കളിക്കണതെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ കണ്ണു തുറന്നിരുന്നു കൊണ്ട് തന്നെ നമുക്ക് സമാധിയാണ്. എത്ര വിചാരങ്ങൾ വന്നാലും സമാധിക്ക് ഭംഗമില്ല. എത്ര വ്യവഹരിച്ചാലും ആ നിത്യബോധത്തിന് ഭംഗമില്ല. ഇത് യോഗമല്ല, ഇത് ബോധമാണ്. യോഗം എന്ന് വെച്ചാൽ ചിത്തത്തിനെ നിശ്ചലമായി നിർത്തുമ്പോഴേ ഉള്ളൂ. ബോധം അങ്ങനെയല്ല. ചിത്തം ചലിച്ചാലും നിശ്ചലമായിരുന്നാലും ബോധത്തിന് ചലനമില്ല. ബോധം പ്രത്യഭിജ്ഞ കൊണ്ടുണ്ടാവുന്നതാണ്, യോഗം സാധന കൊണ്ടുണ്ടാവുന്നതാണ്. യോഗം സാധന ചെയ്തിട്ട് പിടിച്ചു നിർത്തലാണ്. ബോധം പ്രത്യഭിജ്ഞ കൊണ്ട് എല്ലാ പിടിച്ചു നിർത്തലിന്റെയും പുറകെ ഉള്ള, പിടിച്ചു നിർത്താനൊന്നുമില്ല, എല്ലാ ചലനങ്ങൾക്കും പുറകിലുള്ള നിശ്ചലമായ അധിഷ്ഠാനത്തിനെ അറിയലാണ് ബോധം. അറിഞ്ഞു കഴിഞ്ഞ് ചലനം ഉണ്ടായാലും കുഴപ്പമില്ല. വെള്ളത്തിൽ അലയും കുമളയും ഒക്കെ വെള്ളം തന്നെ. സലില ഏകോ ദ്രഷ്ട അദ്വൈതോ ഭവതി. വസ്തു ഒന്നാണെന്ന് കണ്ടു കഴിയുമ്പോ അയാൾക്ക് എന്തൊക്കെ തന്നെ കണ്ടാലും അത് തന്നെ. ഈ സ്ഥിതിയാണ് സഹജ സമാധി എന്ന് പറയണത്. ഇതാണ് നമ്മളുടെ സകല ബന്ധങ്ങളിൽ നിന്നുമുള്ള വിമുക്തിക്കുള്ള മാർഗം, നമ്മളുടെ ലക്ഷ്യസ്ഥാനം. ഈ ലക്ഷ്യസ്ഥാനത്തിലേക്കാണ് പോകുമ്പോ ശ്രീവിദ്യയൊന്നും അഭ്യസിച്ചിട്ടില്ലെങ്കിൽ പോലും, പഠിച്ചിട്ടില്ലെങ്കിൽ പോലും, ശുദ്ധമായ വേദാന്ത വിചാരം ചെയ്തു പോകുന്ന ഒരാൾക്ക് വഴിയിൽ ശ്രീവിദ്യയെ കാണും. ആത്മവിചാരം ചെയ്ത് സത്യത്തിലേക്ക് അടുക്കും തോറും നമ്മൾ ഈ ശ്രീവിദ്യയെ തെളിഞ്ഞു കാണും. നമുക്ക് ശ്രീവിദ്യ പ്രത്യേക ഒരു ശാസ്ത്രമായി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഠിച്ചാലൊട്ട് മനസ്സിലാവുകയില്ല.
ശ്രീവിദ്യയായിട്ട് പഠിച്ചാൽ മനസ്സിലാവില്ല. ബ്രഹ്മവിദ്യയുടെ തന്നെ ഒരു ഭാവമാണത്. സത്യത്തിലേക്ക് അടുക്കും തോറും നമുക്ക് ഈ ശ്രീവിദ്യയെ നമ്മൾ കാണും. ആ സചലാശക്തിയെ കാണും. നമ്മൾ നിശ്ചലത്തിൽ നിന്നും പൊന്തി വരുന്ന അനിർവചനീയമായ ശക്തിയെ കാണും. ആ ശക്തിക്ക് നമ്മൾ ശരണാഗതി ചെയ്യുകയും ചെയ്യും. ശരണാഗതി ചെയ്ത് അത് നമ്മളിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ, പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ആനന്ദം ഉണ്ടാവും. ആ ആനന്ദമാണ് നമുക്ക് പിന്നെ ജീവിക്കുമ്പോൾ കിട്ടാനുള്ളത് ആകപ്പാട്. ആ നിശ്ചലത്തിൽ എപ്പോഴും ഇരിക്കാൻ പറ്റില്ല. നിശ്ചലം കഴിഞ്ഞ് സചലമായ ശരീരമണ്ഡലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ആനന്ദം ഈ ശക്തി ഉള്ളിൽ കിടന്ന് കളിപ്പിക്കുമ്പോൾ ഉള്ളതാണത്. അതിന്റെ കയ്യിൽ നമ്മളുടെ ശരീരം വെറും ഒരു ഉണക്കപ്പുല്ല് പോലെ, ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന ഒരു വാക്കാണ്, നല്ല കാറ്റിൽ പറക്കുന്ന ഉണക്കപ്പുല്ല് പോലെ നമ്മളുടെ ശരീരം ഒരു സ്വേച്ഛയുമില്ലാതെ ആ മഹാശക്തിയുടെ കയ്യില് ഒരു യന്ത്രമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒരു ആനന്ദം ഉണ്ടാവും. ആനന്ദിക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല. ആനന്ദിക്കണവനും അവൾ തന്നെയാണ്. അവിടെ ഭേദമില്ല. എങ്കിലും ഒരു കൽപ്പിത ഭേദം. ഭക്തിയർത്ഥം കൽപ്പിതം ദ്വൈതം അദ്വൈതാദപി സുന്ദരം എന്നൊരു ആചാര്യൻ പറഞ്ഞു. അദ്വൈതജ്ഞാനത്തിന് ശേഷം ഭക്തിക്ക് വേണ്ടി ഒരു കാൽപ്പനികമായ ഒരു ദ്വൈതം. ശ്രീരാമകൃഷ്ണദേവൻ ഇടയ്ക്കിടയ്ക്ക് പറയും, തന്റെ ശിഷ്യന്മാരോട് തന്നെ ചോദിക്കും, എനിക്ക് അഹങ്കാരം ഉണ്ടോ എന്ന് ചോദിക്കും. മാസ്റ്റർ മഹാശയോട് ചോദിക്കണം, എനിക്ക് അഹങ്കാരം ഉണ്ടോ? അപ്പൊ മാസ്റ്റർ മഹാശയ പറയണം, അങ്ങേക്ക് കുറച്ചുണ്ടെന്ന് പറയും. അപ്പൊ അദ്ദേഹം പറയും ചിരിച്ചുകൊണ്ട്, ശരിയാണ്, ഇത്തിരി ഒന്നും ഇല്ലാതെ ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല. തനി സ്വർണം കൊണ്ട് ആഭരണം ഉണ്ടാക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു അഭിമാനം പോലെ ഒന്ന്, പക്ഷെ അത് അഭിമാനമല്ല, അത് ആനന്ദം അനുഭവിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നതാണത്. ആ ശരീരം പ്രാരബ്ധം കഴിയണവരെ ആ അഭിമാനവൃത്തി അവിടെ നിൽക്കും. അത് നിന്ന് ആനന്ദിക്കും. ആനന്ദിക്കുന്നത് എന്തിനാ? അത് ആ അഭിമാനവൃത്തി ബന്ധകാരണമല്ല, ആ ശക്തി തന്നിൽ പ്രവർത്തിക്കുന്നതും കളിക്കുന്നതും കണ്ട് സന്തോഷിക്കും, ആനന്ദിക്കും. ആ ആനന്ദമാണ് ജീവൻ മുക്തന്റെ ആനന്ദം, പൂർണ്ണത, ധന്യത. ആ ധന്യതയാണ് എന്താ ശക്തിലാസ്യം എന്ന് പറയണതും. ഈ ശരീരത്തിൽ ഉണ്ടാവുന്ന ശക്തിലാസ്യം, ആ ശക്തിലാസ്യം ജ്ഞാനികൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള വിഷയമാണ്. അതാണ് നമുക്ക് ചേതനാശക്തിയുടെ പ്രവൃത്തി. ഈ ഇത്രയൊക്കെ ഉള്ള ജ്ഞാനം നമുക്ക് വരണമെങ്കിൽ, ഈ ബ്രഹ്മവിദ്യ നമ്മളുടെ ഉള്ളിൽ തെളിയണമെങ്കിലും ബ്രഹ്മവിദ്യാസ്വരൂപിണിയായ ആ അംബികയുടെ കൃപ ഉണ്ടാവണം. ആ കൃപയിലൂടെ വേണം ഇതൊക്കെ തെളിയാൻ. തുടർന്ന് നാളെയും മറ്റന്നാളെയും അടുത്ത ദിവസവും 3 ദിവസം ഉണ്ട്. എനിക്ക് ആകപ്പാടെ പേടിയുണ്ട്. ഞാൻ ഇന്ന് തന്നെ ഒരു വിധത്തിൽ റോഡില്ലാതെയാണ് പോയിരിക്കുന്നത്. ഇത്തരത്തിലൊരു വിഷയം അങ്ങനെ പറയാറില്ല. അതുകൊണ്ട് റോഡില്ലാതെയാണ് യാത്ര ചെയ്തിരിക്കുന്നത്. നാളെയും മറ്റന്നാളെയും അടുത്ത ദിവസത്തേക്കും ഓരോ വിഷയത്തിലേക്ക് ഓരോ സബ്ജക്റ്റായിട്ട് നാളെ തിരിച്ചു കൊണ്ടുവരാം. എന്നാൽ നമുക്ക് ഒരു ട്രാക്കിൽ നിന്ന് പോവാൻ കഴിയും. ഇന്ന് ഏതായാലും വിഹഗാനാം യഥാകാശേ എന്നൊരു സമ്പ്രദായമുണ്ട്. ആകാശത്തിൽ പക്ഷി ഒരു റൂട്ടില്ലാതെ പറക്കണ പോലെ നമ്മളിങ്ങനെ പറന്നു. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലാവട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് ആനന്ദമാണ്. ഇത് നമുക്ക് ഒരു വെർബൽ കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ ഇടാൻ പറ്റില്ല. ഇത് നമുക്ക് അനുഭവിക്കാം. നമ്മളുടെ വ്യക്തിത്വം ഭഗവാന്റെ കൃപയ്ക്ക് പാത്രമാവുമ്പോ, വ്യക്തിത്വം അല്ലാതായിട്ട് തീരുമ്പോ, ശരീരത്തിലിരിക്കുമ്പോ ആ മഹാശക്തി നമ്മളെ കൊണ്ട് കളിപ്പിക്കുന്നതും നമ്മളെ ഒരു യന്ത്രമാക്കി വെച്ച് ആനന്ദിപ്പിക്കുന്നതും നമുക്ക് അനുഭവിക്കാം. ഇങ്ങനെ ഒരു ആനന്ദസ്ഥിതി നമുക്ക് ലക്ഷ്യസ്ഥാനമായിട്ടുണ്ട് എന്നെങ്കിലും ഇന്ന് പോകുമ്പോൾ അറിഞ്ഞാൽ മതി. അതായത് ശരീരത്തിലിരിക്കുമ്പോ നമുക്ക് ആനന്ദിക്കാൻ കഴിയും, ആനന്ദം മാത്രമായിട്ടിരിക്കാൻ കഴിയും. ആനന്ദം ഒന്നുകൊണ്ടും ബാധിക്കപ്പെടില്ല. ശരീരത്തിന് വ്യാധി വരുന്നത് കൊണ്ടോ വിഷമങ്ങൾ വരുന്നത് കൊണ്ടോ ദുഃഖം കൊണ്ടോ ബാധിക്കപ്പെടാതെ ഒരു ആനന്ദം. ആ ആനന്ദമാണ് ശക്തി എന്ന് പറയണതും ശക്തിലാസ്യം, ശുദ്ധമായ ശക്തിയുടെ ആവിർഭാവം. അതിനെ വേണം ദേവി എന്ന് പറയാൻ. അതാണ് ചിത്ശക്തി എന്ന് പറയണതും. ആ ആനന്ദം നമുക്ക്
അനുഭവിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി. ആ ആനന്ദത്തിന് സാധനയൊന്നും പ്രധാനമല്ല. സാധനയൊക്കെ വേണം, പക്ഷെ സാധനയൊക്കെ ചിത്തശുദ്ധിക്കാണ്. മുഖ്യമായ കാര്യം ആശ്രയമാണ്. ഇത്രയും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ആശ്രയമാണ് നമ്മളുടെ ജീവിതത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന തത്വം. അതാണ് നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നുവോ അതാണ് മുഖ്യം. ഭാഗവതത്തിൽ അതുകൊണ്ട് 12ാമത്തെ സ്കന്ധത്തിന് ആശ്രയസ്കന്ധം എന്നാണ് പേര്. 11ാമത്തെ സ്കന്ധം മുക്തിസ്കന്ധമാണ്. മുക്തി പറഞ്ഞിട്ടാണ് ആശ്രയം. 12ാമത്തതാണ് ആശ്രയം. അതായത് മുക്തി എന്ന് പറയുന്നത് സ്വരൂപേണ അവസ്ഥിതി എന്ന് ഭാഗവതം തന്നെ വ്യാഖ്യാനിച്ചു. തന്നിൽ തന്റെ യഥാർത്ഥ സ്വരൂപം അറിയണതാണ് മുക്തി. അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിത്യമുക്തമാണ്. നമ്മൾ ബന്ധമേ ഇല്ല. അതറിയണതാണ് മുക്തി. അല്ല ഒന്നും നേടിയെടുക്കാനില്ല, കിട്ടിയിട്ടുള്ളതാണ്. എന്നും എവർ അറ്റൈൻഡ് ആണ്. അത് പ്രാപിക്കേണ്ടതല്ല. അത് അറിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ശരീരതലത്തിൽ നിൽക്കുമ്പോ നമ്മൾ ഏതൊരു നിത്യവസ്തുവിനകമേ കണ്ടുവോ അതിൽ നിന്നും പുറപ്പെടുന്ന ആ ശക്തിയെ, സഗുണബ്രഹ്മത്തിനെ ആശ്രയിച്ചുകൊണ്ട് ലോകത്തിൽ ജീവിക്കുമ്പോഴാണ് ആനന്ദം ഉണ്ടാവുന്നത്. മുക്തി നേടിയ ശേഷം, ശ്രീരാമകൃഷ്ണന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാള് എറണാകുളത്തേക്ക് വന്നുവെങ്കിൽ, പാലക്കാട് നിന്ന് വന്നുവെങ്കിൽ, പെട്ടിയൊക്കെ കൊണ്ട് ഒരു ലോഡ്ജിലോ ഒരു റൂമിലോ താമസിക്കുന്ന സ്ഥലത്തോ വെച്ചിട്ട് പട്ടണം കാണാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ വളരെ ഫ്രീ ആയിട്ടിരിക്കും, അല്ലേ? അയാൾക്ക് രാത്രി കിടക്കാനൊരു സ്ഥലമുണ്ട്, ഭാരം വഹിക്കാനില്ല, ഒക്കെ വെച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് സ്വതന്ത്രമായി നടക്കാം. അതുപോലെയാണ് ഈ ധാമം കണ്ടെത്തിയിട്ട് തിരിച്ചു വരുന്ന ആള്. അല്ലാത്ത ആള് തലയിൽ പെട്ടിയും വെച്ചുകൊണ്ട് നടക്കുന്ന ആളെ പോലെയാണ്. പട്ടണം ചുറ്റി കാണുമ്പോ തലയിൽ ഹെവി വെയിറ്റ് ട്രങ്ക് വെച്ചുകൊണ്ട് നടക്കുന്ന ആളെ പോലെയാണ്, ഭാരം ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ആ ശക്തിയെ കണ്ടെത്തി ശക്തിയുടെ കയ്യിൽ യന്ത്രമായി തീർന്നാൽ, നമ്മളുടെ ഉള്ളിൽ ഉള്ള വ്യക്തിബോധം ആ ശക്തിയാൽ വിഴുങ്ങപ്പെട്ടാൽ നമ്മൾ ആനന്ദിക്കും, 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 നിത്യനിരന്തരമായിട്ട് ആനന്ദിക്കും. ആ ആനന്ദം അനുഭവവേദ്യമായി തീരും. ആ ഒരു ആനന്ദം നമുക്ക് ഏർപ്പെടുന്നവരെ നമ്മൾ അധ്യാത്മസാധന തുടർന്നു കൊണ്ടുപോകണം. അധ്യാത്മസാധനയിൽ ചെറിയ ചില തെറ്റുകൾ മാത്രം നീക്കിയാൽ മതി, ഒന്നും നേടാനില്ല. ഭക്തന്മാരെയൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട എന്നുള്ളതാണ്. ആചാര്യസ്വാമികൾ തന്നെ ഒരു ദേവീ സ്തോത്രം എഴുതി, ന മോക്ഷസ്യ ആകാംക്ഷ വിഭവവാഞ്ചാപി ചനമേ ന വിജ്ഞാനാപേക്ഷ ശശിമുഖി സുഖേച്ഛാപി ന പുനഃ അതസ്ത്വാം സംയാചേ ജനനി ജനനം യാതു മമ വൈ മൃഡാനി രുദ്രാണി ശിവ ശിവ ഭവാനീതി ജപത. ന മോക്ഷസ്യ ആകാംക്ഷ, എനിക്ക് മുക്തിക്കുള്ള ആഗ്രഹവുമില്ല, എനിക്ക് സ്വത്ത് സമ്പത്തുകളൊക്കെ വരണമെന്നുള്ള ആഗ്രഹവുമില്ല, എനിക്ക് അറിവ് നേടണമെന്നുള്ള ആഗ്രഹവുമില്ല. ന വിജ്ഞാനാപേക്ഷ, സ്ത്രീ സുഖമോ പുരുഷസുഖമോ അനുഭവിക്കാനുള്ള ആഗ്രഹവുമില്ല. ജനനി ജനനം യാതു മമ വൈ, ഞാൻ ഇനി വീണ്ടും ജനിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല. മൃഡാനി രുദ്രാണി ശിവശിവ ഭവാനീതി ജപത. എന്റെ മൂലസ്ഥാനമായ എന്റെ അമ്മയും അച്ഛനും ബന്ധുവും എല്ലാമായ ഗതിർ ഭർത്ത പ്രഭു സാക്ഷി പിതാഹമസ്യ ജഗതഃ മാതാ ദാതാ പിതാമഹ, ആ മൂലസ്ഥാനമായ ആ ശക്തിയെ ആശ്രയിച്ചുകൊണ്ട് ലോകത്തിൽ ആ ശക്തിയുടെ നാമം ഉരുവിട്ടുകൊണ്ട് ഞാൻ ആനന്ദമായിരുന്നു കൊള്ളാമെന്ന്. ഇത് ഒരു മന്ത്രം പോലെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ പറയാം. എനിക്കൊന്നും വേണ്ട ഭഗവാനെ, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പറയാം, അമ്മേ ആ മഹാശക്തിയെ അമ്മയായിട്ട് കരുതിക്കൊണ്ട്, ഹേ ജഗദീശ്വരി, എനിക്ക് യാതൊന്നും വേണ്ട, ഞാൻ നിന്റെ കയ്യിൽ യന്ത്രമാണ്, നീ എന്തു വേണമെങ്കിൽ എന്നെ ചെയ്തോളൂ. നാമം ജപിക്കുകയൊക്കെ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല, ധ്യാനം ചെയ്യണത് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല. എന്തെങ്കിലും നേടിയെടുക്കാനുണ്ട് എന്നുള്ള സമ്പ്രദായം ലൗകികമാണ്. അതിനെയും കൊണ്ട് അധ്യാത്മത്തിൽ വന്നാൽ സത്യം കിട്ടില്ല, എത്ര കാലം ശ്രമിച്ചാലും കിട്ടില്ല. കാരണം ഈ പ്രോസസ്സ് ലോകത്തിൽ വിജയിക്കുന്നതാണ്, ആ പ്രോസസ്സ് അധ്യാത്മത്തിൽ വിജയിക്കില്ല. എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ചാൽ ഇവിടെ കിട്ടില്ല. അതുകൊണ്ട് തമിഴിൽ ഒരു സിദ്ധൻ പാടി, ആശയെ അറുമിൻ, ആശയെ അറുമിൻ, ഈശനോടാകിലും ആശയെ അറുമിൻ, ആശൈ പടപ്പട തുன்பം താനേ, ആശൈ വിട വിട ഇൻപം താനേ. ആഗ്രഹം എങ്ങനെ പോകും? എപ്പോ ശരണാഗതി ചെയ്യുന്നു, നമ്മളുടെ സകല ചുമതലയും നമ്മളുടെ ഇൻചാർജായിട്ടുള്ള ആ ശക്തിക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ആ ശക്തി നമ്മളെ ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നതൊക്കെ കാണുക.
നമ്മളുടെ ജീവിതത്തിൽ വരുന്നതൊക്കെ ആ ശക്തിയുടെ ഇച്ഛയാണെന്ന് സ്വീകരിക്കാം. ഓരോ ക്ഷണത്തിലും ഓരോ പ്രവൃത്തിയിലും ആ ശക്തിയുടെ ഇച്ഛയെ കാണുക, അതിന് അടങ്ങിക്കൊടുക്കുക. അപ്പോ കാണാം നമ്മളുടെ വ്യക്തിത്വം പ്രപഞ്ചത്തിനെ മുഴുവൻ നടത്തുന്ന മഹാശക്തിയിൽ, സമഗ്ര ശക്തിയിൽ ഇല്ലാതായിട്ട് തീരും. അതിനുശേഷം നാമമാത്രമായ ഒരു വ്യക്തിത്വം ഉണ്ടാവുമെങ്കിലും അത് ആ സമഗ്ര ശക്തിയുടെ കയ്യിൽ യന്ത്രമായി ലോകത്തിൽ പ്രവർത്തിക്കും. അപ്പോഴാണ് ആനന്ദം ഉണ്ടാവണത്, അപ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവണത്. അല്ലാതെ ലൗകിക ജീവിതത്തിലും സന്തോഷം ഉണ്ടാവില്ല. അല്പസ്വല്പം അകമേക്ക് യോഗസ്ഥിതി നേടിയെടുത്ത് ഒരു ട്രാൻസൊക്കെ സാധിച്ചെടുത്താലും പുറത്തേക്ക് വരുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും. ഇതിന് രണ്ടിനും അപ്പുറം പോണം. യോഗത്തിനും വിയോഗത്തിനും അപ്പുറം പോകണം. നിശ്ചലതയ്ക്കും ചലനത്തിനും അപ്പുറം പോകണം. എന്നിട്ട് പുരുഷോത്തമനായ ഭഗവാന്, അല്ലെങ്കിൽ ആ മഹാശക്തിക്ക്, ആ മഹാമായയ്ക്ക് ദേവാത്മശക്തി, അതാണ് ഉപനിഷത്ത് ഉപയോഗിക്കുന്ന വാക്ക്. ശ്വേതാശ്വതര ഉപനിഷത്തില് ഋഷികളൊക്കെ കൂടിയിരുന്ന് ആലോചിച്ചു, എന്താണ് ഈ പ്രപഞ്ചത്തിന് കാരണം, എന്താണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. പലവിധത്തിലും ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടൊന്നും പിടികിട്ടാതായപ്പോ കണ്ണടച്ചിരുന്ന ആഴമായ ഉള്ളിൽ വിചാരം ചെയ്തു. അപ്പൊ അവര് കണ്ടു, തേ ധ്യാനയോഗാനുഗത അപശ്യൻ ദേവാത്മശക്തിം സ്വഗുണൈ നിഗൂഢാം. സത്വരജസ്തമോ ഗുണങ്ങൾ കൊണ്ട് തൽക്കാലം മറയ്ക്കപ്പെട്ടിട്ട് ഉള്ളിൽ പ്രവർത്തിക്കുന്നതായ ദേവാത്മശക്തിയെ കണ്ടു. ആ ദേവാത്മശക്തിക്കാണ് ശരണാഗതി. നിശ്ചല ബ്രഹ്മത്തിന് ശരണാഗതി ചെയ്യാൻ പറ്റില്ല. അവിടെ ആവശ്യമില്ല. ആ ബ്രഹ്മത്തിനെ കാണണമെങ്കിൽ തന്നെ ശരണാഗതിക്ക് ശേഷമേ ബ്രഹ്മാനുഭവം ഉണ്ടാവുള്ളൂ. അതിനു മുമ്പ് ഈ ശക്തിയുടെ മണ്ഡലം കടന്നു പോകണം നമുക്ക്. ആചാര്യസ്വാമികൾ കേനോപനിഷത് ഭാഷ്യത്തിൽ പറയുന്നുണ്ട്, പ്രാണോപാസനത്തിന് ശേഷം നമുക്കിനി ബ്രഹ്മവിദ്യ തുടങ്ങാം എന്നാണ്. ആ പ്രാണോപാസന എന്നുള്ള മണ്ഡലത്തിൽ ഇതൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് നമുക്ക് ബ്രഹ്മവിദ്യ തെളിയുള്ളൂ. അഹങ്കാരത്തോടുകൂടെ ബ്രഹ്മവിദ്യ അഭ്യാസം ചെയ്യാൻ പറ്റില്ല, മനസ്സിലാവൂല. അപ്പോ അധ്യാത്മജീവിതം നിറയട്ടെ, പൂർണ്ണമാവട്ടെ. അതിന് ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ. ഇനി വരുന്ന 3 ദിവസം പ്രത്യേകമായി 3 വിഷയം എടുത്തുകൊണ്ടുവന്ന് വിചാരം ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. നാളെ കാണാം.